ഗീതയുടെ മുഖ്യ പ്രമേയം എന്നുള്ളതായിരുന്നില്ല ഡിബേറ്റ്. ഗീത ജാതി വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നുവോ എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് ഡിബേറ്റ് അവിടെയാണ് കേന്ദ്രീകരിക്കുന്നത്. മുഖ്യ വിഷയം ഏതെന്നുള്ള ഒരു ചർച്ചയുണ്ട്. അദ്ദേഹം പറഞ്ഞതിൽ പരിചര്യാത്മകം കർമ്മം ശൂദ്രസ്യാദി സ്വഭാവജനം പറയുന്നു. എല്ലാവരും ആരെയെങ്കിലും പരിചരിക്കുക. പൂജാരി ആരെയാണ് പരിചരിക്കുന്നത്? ഈശ്വരനെയാണ് പരിചരിക്കുന്നത്. അങ്ങനെ ഈ 750 കോടി ജനങ്ങളും പരിചരണത്തില്ല, ശുശ്രൂഷയില്ല. അപ്പൊ എല്ലാവരും ശൂദ്ര ഗുണമുള്ളവരാണ്, ശൂദ്രരാണ് അല്ലെ? എല്ലാവർക്കും സമ്മതമാണ്. എന്ത് എല്ലാവരും ആരെങ്കിലും ഈവൻ അങ്ങേയറ്റത്തെ മലയാളിയെ പോലെ നിൽക്കുന്നവനും അദ്ദേഹത്തെ തികത്തിട്ട് അടിമയാണ്. ഞാൻ ഇസ്ലാമിസ്റ്റുകൾ പറയുന്നത് അള്ളാഹുവിന്റെ അടിമയാണ്. ഞാൻ വേറെ ആരും നോക്കാറില്ല. എല്ലാവരും ദാസ്യ പ്രവൃത്തി, ശുശ്രൂഷ, പരിചരണം നടത്തി ജീവിക്കുകയാണ്. അപ്പൊ എല്ലാവരും ശൂദ്രരാണ്. ആഹാ, എത്ര ഇതിനെ വ്യാഖ്യാനമാക്കി വിളിച്ചത് ഒരു അബദ്ധമാണ്. ഒന്ന് ആലോചിച്ചു. നമ്മളൊക്കെ സാമാന്യ ബുദ്ധിയുള്ളവരല്ലേ? എല്ലാവരും അരിയാഹാരം തന്നെയല്ലേ കഴിക്കുന്നത്? എല്ലാവരും ശൂദ്രരാണ് കണക്കനുസരിച്ച്. ബ്രാഹ്മണനില്ല. ഓക്കെ, അത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന്. ഇനി ഞാൻ 3 ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നോക്കി. സദോഷം അഭിനത്യാജി, പരധർമ്മവും ഭയാവും. ഈ 2 കാര്യങ്ങൾ, അതായത് ഒരാൾക്ക് മറ്റൊരാളുടെ കർമ്മം നന്നായി ചെയ്യാൻ കഴിയുമെങ്കിലും, സ്വഭാവസ്തു പ്രവർത്തന കഴിയുമെങ്കിലും അയാൾ അത് ചെയ്യരുത് എന്ന് പറയുന്നത് എത്രയോ ശരീരശാസ്ത്രപരമായ, മനഃശാസ്ത്രപരമായ അവലോകനങ്ങൾ എല്ലാം തന്നെ അതിലംഘിക്കുന്നവയാണ്, എല്ലാത്തിനും വിരുദ്ധമായവയാണ്. നിനക്ക് മറ്റൊരു കർമ്മം നന്നായി ചെയ്യാൻ കഴിയുമെങ്കിൽ കൂടി നീ അത് ചെയ്യാതെ ചെയ്യണം. അതെന്ത് ന്യായമാണ്? ചേട്ടാ, നിന്റെ ഗുണം, നിന്റെ ആറ്റിറ്റ്യൂഡ്, നിന്റെ അഭിരുചി മറ്റൊന്ന് ചെയ്യാനാണ്. എന്നാൽ പോലും അത് ചെയ്യാതെ ഇത് ചെയ്യണമെന്ന് പറയുന്നതിന്റെ കാര്യം എന്താണ്? ഇതിനെ ഞാൻ ആർബിട്രറി എന്ന് പറഞ്ഞു. ഇത് അദ്ദേഹം മറുപടി പറഞ്ഞു. ഇനി സ്വഭാവം എവിടുന്ന് വരുന്നു എന്നുള്ള ചോദ്യം $1 മില്യൺ ക്വസ്റ്റ്യനായി ഡിബേറ്റിൽ മുഴച്ചു നിൽക്കുകയാണ്. അത് പറഞ്ഞിട്ട് പോകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എവിടെ നിന്നാണ് ഈ സ്വഭാവം വരുന്നത്? ഞാൻ പറഞ്ഞു ജന്മസിദ്ധമാണ്, ഞാൻ വീണ്ടും പറയുന്നു ജന്മസിദ്ധമാണ്. അതിനെ ഖണ്ഡിക്കുക എന്നുള്ളത് ഇവിടുത്തെ അടിസ്ഥാനപരമായ എവിടെ നിന്ന് വരുന്ന സ്വഭാവം. പൊട്ടിച്ചു ചേർക്കാൻ പറ്റില്ല, അക്കറിയാൻ പറ്റില്ല, സഹജമാണ്, ഇൻട്രൻസിക് ആണ്, ആന്തരികമാണ്. എവിടെ നിന്ന് വരുന്നു, എങ്ങനെ കിട്ടുന്നു? അതിന് മറുപടി. ഇനി സങ്കരസ്യ കർത്ത എന്നുള്ള 3-ാം അധ്യായത്തിലെ 24-ാം ശ്ലോകം. ആ സങ്കരം എന്ന് പറയുന്നത് വർണ്ണസങ്കരമല്ല, വേറെ എന്തോ സങ്കരം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ പണ്ട് ആദ്യത്തെ ബൈബിളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത ആളുകൾ ചുട്ടുകൊല്ലുക. ഈ ഖുർആനൊക്കെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത കാലഘട്ടം വളരെ 30-40 വർഷമൊക്കെ ആയിട്ടുള്ളൂ കേരളത്തിലേക്ക്. ആദ്യത്തെ ബൈബിൾ ട്രാൻസ്ലേഷനെ ചെയ്തവരെല്ലാം തന്നെ പ്രശ്നമുണ്ടായിരുന്നു. ഇന്ന് ഇവിടെ ഇരിക്കുന്ന സംസ്കൃതത്തെ കുറിച്ച്, സംസ്കൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രം സംസാരിക്കുന്ന ഭാഷ. ഈ ശ്ലോകങ്ങളും കാര്യങ്ങളൊക്കെ 99.9% ആൾക്കാരും മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ ഒക്കെ വാങ്ങിച്ചു തന്നെയാണ് മനസ്സിലാക്കുന്നത്. ട്രാൻസ്ലേഷനിലൂടെയാണ് ഗീത പ്രസിദ്ധമായത്. ഗീതയ്ക്ക് ട്രാൻസ്ലേഷൻ ഇല്ലെങ്കിൽ ഗീത പ്രസിദ്ധമാകില്ല. ബ്രിട്ടീഷുകാരും ജർമ്മൻകാരും ഇവിടെ വന്നിട്ടുള്ള ഓറിയന്റലിസ്റ്റുകൾ, പൗരസ്ത്യ ദേശ സാഹിത്യത്തിൽ താല്പര്യമുള്ള ആൾക്കാർ, അവരാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്തത്. അത് റീഇൻവെൻഷൻ ആയിരുന്നു. കഴിഞ്ഞ 150 വർഷത്തെ ഗീതയുടെ പോപ്പുലാരിറ്റി ഒരു 500 വർഷത്തിന് മുമ്പുള്ള ഗീതയുടെ പ്രസക്തിയും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. തർജ്ജമകളിലൂടെ വളർന്ന, തർജ്ജമയുടെ ഗുണം നേടി വളർന്ന ഒരു കൃതി തന്നെയാണ് ഗീത. ആ തർജ്ജമ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തർജ്ജമ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആദ്യം ആശയം ഉണ്ടാവും. ഈ ആശയം ഒരു ലാംഗ്വേജിലേക്ക് തർജ്ജമ ചെയ്യപ്പെടുകയാണ്. ഇറ്റ്സ് എ റാപ്പർ. ലാംഗ്വേജ് എന്ന് പറയുന്നത് റാപ്പറാണ്, ഒരു പൊതിയാണ്. നിങ്ങൾക്കൊരു മിഠായി പൊതിഞ്ഞു തരികയാണ്. മിഠായിയാണ് അതിനകത്തുള്ള ആശയം. ലോകമെമ്പാടും തർജ്ജമ. നിങ്ങൾ ലാംഗ്വേജ് ഇസ് എ ട്രാൻസ്ലേഷൻ ഓഫ് ട്രാൻസ്ലേഷൻ എന്നാ പറയും. ഇറ്റ്സ് എ സീരീസ് ഓഫ് ട്രാൻസ്ലേഷൻസ്. ട്രാൻസ്ലേഷനെയൊക്കെ ഇത്ര അപമതിച്ചുകൊണ്ട് എങ്ങനെ ഒരാൾക്ക് ഒരു ഡിബേറ്റിൽ പങ്കെടുക്കാൻ കഴിയും? എനിക്കറിയില്ല, അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. ഇനി അജ്ഞാതവാസക്കാലം പാണ്ഡവർക്ക് ക്ഷത്രിയ ഗുണമാണ് ആരോപിക്കുന്നത്. പാണ്ഡവർക്ക് ക്ഷത്രിയ ഗുണമാണെന്നാണ് കൃഷ്ണൻ പറയുന്നത്. ഈ ഗുണത്തിന്റെ വെറും കഥയില്ലാത്ത കാര്യം. പാണ്ഡവർക്ക് എങ്ങനെ ക്ഷത്രിയ ഗുണം വരിക എന്ന് ആലോചിച്ചു. പാണ്ഡവരുടെയും ധൃതരാഷ്ട്രയുടെയും പാണ്ഡുവിന്റെയും വിതുരരുടെയും അച്ഛൻ എന്ന് പറയുന്ന തലത്തിൽ വ്യാസനാണ്. അതിനകത്തെ കഥാപാത്രമായ വ്യാസൻ. വ്യാസൻ ആരുടെ മകനാണ്? വ്യാസൻ പരാശര മുനിയൻ. അമ്മ സത്യവതി. സത്യവതി ആരാണെന്ന് ചോദിക്കും, പറയും മുക്കുവ സ്ത്രീയാണ്. കാര്യം എന്താ? എങ്ങനെയാണ് സത്യവതി മുക്കുവ സ്ത്രീ ആവുന്നത്? ഇത് മുക്കുവ കുടുംബത്തിൽപ്പെട്ട ഒരാളെ എടുത്ത് വളർത്തി മുക്കുവ കുതിൽ വളർന്നു മുക്കുവ സ്ത്രീയായി. അപ്പൊ എന്താണ് ജന്മം?
ജന്മമാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പൊ എന്താണ്, മുക്കുവന്റെ മകനായിട്ടാണ് മകളായിട്ടാണ് സത്യവതി എല്ലാവരും അറിയുന്നത്. അതുകൊണ്ട് മുക്കുവ സ്ത്രീ എന്ന് വിളിക്കും. യഥാർത്ഥത്തിൽ അവരെ എവിടുന്ന് വരുന്നതാണ്? അദ്രിക എന്ന് പറയുന്ന ഉപരിചാര വാസുവിന്റെയും അദ്രികയുടെയും മകളാണ്. ഉപരിചാര വാസു എന്ന് പറയുന്നത് ക്ഷത്രിയാണ്, അദ്രിക എന്ന് പറയുന്നത് അപ്സരസ, ശാപം. പക്ഷെ അവർക്ക് കിട്ടുന്ന ഏത് വീട്ടിൽ ജനിച്ചു എന്നുള്ളതനുസരിച്ച്. അതുപോലെയാണ് ബ്രാഹ്മണ കുടിയിൽ ജനിക്കുന്നവൻ ബ്രാഹ്മണന്റെ വീട്ടിൽ ജനിക്കുന്നവൻ ബ്രാഹ്മണനാകുന്നത്. അതുകൊണ്ടാണ് വലിയ തിയറിയായിട്ട് മുക്കുവ സ്ത്രീ ആയിട്ടല്ല, മുക്കുവ വീട്ടിൽ ജനിച്ചു. അതേപോലെ തന്നെയാണ് ഇവിടെയും ഇപ്പോഴും പോകുന്നത്. ബ്രാഹ്മണന്റെ വീട്ടിൽ ജനിക്കുന്നു, അത് ഗുണമൊന്നുമല്ല. ജന്മം എവിടെയാണ് നിങ്ങൾ ജനിക്കുന്നത്, ഇവിടെ ജന്മം ശരിയല്ലാതിന് കൂടി ഫാൾസ് അസംഷനിൽ അവരെ മുക്കുവ സ്ത്രീ. അപ്പോ ഈ പാണ്ഡവരിൽ പൊതുവിൽ ആരോപിക്കപ്പെടുന്ന ക്ഷത്രിയ ഗുണം എന്ന് പറയുന്നത് യഥാർത്ഥ അതിന്റെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ഷത്രിയ ഗുണമല്ല. പക്ഷെ അജ്ഞാതവാസ കാലത്ത് ഇവർ ഒരു വർഷം എല്ലാ അവരുടെ സഹജമായി എന്ന് പറയപ്പെടുന്ന ഗുണത്തിന് വിരുദ്ധമായ കർമ്മങ്ങൾ വളരെ മെച്ചമായി ആചരിച്ചു. ഒരു വർഷം, 1-2 ദിവസമല്ല. മൃഗങ്ങളായിട്ടാണ് അർജുനൻ പോകുന്നത്. ഭീമൻ വേറെ ജോലി നോക്കും, ക്ഷത്രിയൻ വേറെ ധർമ്മപുത്രൻ വേറെ ജോലി നോക്കും. ഇവർ മറ്റു ജോലികളും ചെയ്യുന്നു. അവരെ ആരും കണ്ടുപിടിക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതായത് ആ ജോലി ചെയ്യുമ്പോൾ അവരുടെ വ്യക്തിത്വം വ്യക്തമാവുന്ന രീതിയിൽ അവർക്ക് അസ്വസ്ഥത ഉണ്ടെങ്കിൽ, പക്ഷെ അവർക്ക് ബ്രില്യന്റ് ദാറ്റ് മീൻസ് യു കാൻ അഡ്ജസ്റ്റ്. നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. കാര്യം നിങ്ങളിലെല്ലാം ഉണ്ട്. നിങ്ങൾക്ക് വാലിനുള്ള ജീൻ നിങ്ങളിലുണ്ട്. നമ്മളുടെ ഒരു ഹോമോസാപ്പിയൻസിന്റെ ഒരു ജീൻ കൂടെ 23,000 to 27,000 വാലിനുള്ള ജീനുണ്ട്. നിങ്ങളുടെ കോൺസസ് പിടിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫീറ്റസ് ഡെവലപ്മെന്റിന് ആദ്യത്തെ 3 മാസം നോക്കുമ്പോൾ നിങ്ങളുടെ വാലിനുള്ള ഭാവം ഞാൻ പഠിച്ചത്. കാര്യം അതിനുള്ള ജീന് നിങ്ങളുണ്ട്, പക്ഷെ കൂട്ടി ചെയ്യുന്നില്ല. അതിനൊരു ഒരു ജനറ്റിക്കിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ വെച്ചുകൊണ്ട് ഈ ഗുണമെന്ന് പറയുന്ന സിദ്ധാന്തം, അതായത് സ്വഭാവം, ആപ്റ്റിറ്റ്യൂഡ് വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാം നിങ്ങളിലുണ്ട്. നിങ്ങൾ എല്ലാത്തിന്റെയും ഏതൊക്കെ കൂടി നിൽക്കുന്നു കുറഞ്ഞു നിൽക്കുന്നു എന്നൊക്കെ സംബന്ധിച്ചുള്ള തിയറികൾ അശാസ്ത്രീയവും യുക്തിഹീനവുമാണ്. അപ്പൊ ഞാൻ ഒരു ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചു. 6 എണ്ണത്തിൽ 4 എണ്ണം, 4ന്റെ ഒരു ഘടന അല്ലെങ്കിൽ 4ന്റെ ഒരു സാങ്കത്യം എന്താണെന്ന് ചോദിച്ചത് അദ്ദേഹം മറുപടി പറയുന്നില്ല. ഞാൻ പറയുന്നു 6 ആകാൻ സാധ്യതയുണ്ട്. അദ്ദേഹം മറുപടി പറയുന്നില്ല. അതായത് തമോ ഗുണം കഴിഞ്ഞ് സാത്വിക ഗുണവും രജോ ഗുണവും വരുന്ന ഒരാൾ അങ്ങനെ വരാമല്ലോ. ഇപ്പൊ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ സാത്വിക രജോ തമോ ആണെങ്കിൽ തമോ സാത്വിക രജോ ഗുണമുള്ള ഒരാൾ വരാമല്ലോ, അനുവാദം അനുസരിച്ച്. എന്തോ അനുവാദം ആയിക്കോട്ടെ, വാട്ടോർ മേലിത അനുവാദം. അയാൾക്ക് എന്താണ് വിനായുടെ വർണ്ണം ഏതാണ്? എത്ര അശാസ്ത്രീയമാണിത്, എത്ര യുക്തിഹീനമാണിത്. യഥാർത്ഥത്തിൽ ഈ ഗുണമെന്ന് പറയുന്ന ഒരു ഉമ്മാക്കി, അതാണ് ഒരു നാടൻ ലാംഗ്വേജ്. ആ ഉമ്മാക്കി വഴി യഥാർത്ഥത്തിൽ ജന്മസിദ്ധമായി വർണ്ണത്തെ ഉറപ്പിച്ചു നിർത്തുകയും അതിന്റെ അടിസ്ഥാനം ജന്മമാണെന്ന് സ്ഥാപിക്കുകയുമാണ് ഗീത ചെയ്യുന്നത്. ഇനി കർമ്മത്തിന്റെ കാര്യം പറഞ്ഞു. ഗുണത്തിന്റെയും കർമ്മത്തിന്റെയും വേറെ കാര്യം, ഗുണത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിൽ എങ്ങനെ വിഭജനം നടക്കുന്നത്? ഞാൻ ആദ്യം തന്നെ ചോദിച്ചൊരു ചോദ്യമാണ്. അതിന് അദ്ദേഹം മറുപടി വരുന്നില്ല. കാര്യം ഗുണത്തിനനുസരിച്ചുള്ള കർമ്മം നിങ്ങൾക്ക് കിട്ടിയില്ല. നിങ്ങൾക്ക് സാത്വിക ഗുണം കൂടുതലുള്ള ഒരാളാണ്, പക്ഷെ നിങ്ങൾക്ക് കിട്ടിയത് വേറെ ഒരു പണിയാണ്. അപ്പൊ നിങ്ങളെ ഏത് വർണ്ണത്തിൽപ്പെടുന്നു? ഇതിനൊക്കെ മറുപടി വേണ്ടേ? ഇതിനൊക്കെ മറുപടി ചോദിക്കും വേറെ എങ്ങോട്ടെങ്കിലും പോയിട്ട് കാര്യമില്ല. യഥാർത്ഥ പ്രശ്നം ഞാൻ ഉന്നയിച്ച 4-5 പ്രശ്നങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയുന്നു. ഇനി ഈ ഗീതയില് എല്ലാം സ്വഭാവസ്തു പ്രവർത്തന എന്ന് പറഞ്ഞത് ഇടപെടുന്നില്ല, ഈശ്വരൻ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞത് ശരിയാണോ എന്നുള്ള രീതിയിൽ ഞാൻ ചോദിച്ചു. ഈശ്വരൻ ഇടപെടുന്നില്ല എന്ന് മാത്രമല്ല, വേറൊരു കാര്യം അദ്ദേഹം പറഞ്ഞു. കർമ്മണ്യെ മാ വിഹാരത്തെ മാ ഫലേഷു. വളരെ കൃത്യമായി കർമ്മം ചെയ്യാൻ മാത്രമേ അധികാരമുള്ളൂ, ഫലത്തിന് ഇച്ഛിക്കരുത് എന്നാണ് പറഞ്ഞാൽ. പ്രാർത്ഥിച്ചോളൂ, പൂജിച്ചോളൂ, ഉരുണ്ടോളൂ, പൊങ്കാലയിട്ടോളൂ, ഫലം പ്രതീക്ഷ. കിട്ടിയാ കിട്ടി, വളരെ കൃത്യമായിട്ട്. എന്നിട്ട് അദ്ദേഹം വേറെ കാര്യം കൂടെ പറയുന്നുണ്ട്. ഫലം ഇച്ഛയോടുകൂടി കർമ്മം ചെയ്യുന്നത് അല്പന്മാരാണ് എന്നും ഗീതയിൽ തന്നെ ശ്രീകൃഷ്ണ ഭഗവാനെ കൊണ്ട് ബ്രാഹ്മണൻ എഴുതിവെച്ച് പറയുന്നു. ഫലേച്ഛയ്ക്ക് വേണ്ടി, അതായത് എന്തെങ്കിലും കർമ്മം, നിങ്ങൾക്ക് പല പല കർമ്മങ്ങൾ ചെയ്യാൻ. ഇപ്പൊ ഗീത അദ്ദേഹം പറഞ്ഞു, ഗീത അങ്ങനെ ആരും ആഗ്രഹത്തിന്റെയോ ഫലത്തിന്റെയോ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കില്ല കേൾക്കുന്നത്. ചിലപ്പോൾ അദ്ദേഹം പറയുന്നത് അങ്ങനെ ആയിരിക്കില്ല. അദ്ദേഹം ഇതിൽ നിന്നെല്ലാം ബന്ധമൊക്കെ വിട്ട ആളാണ്, സന്യാസി എന്നൊക്കെ പറയുന്നത് വേറെ ഒരു തലമാണെന്നൊക്കെയാണ് അവകാശം. പക്ഷെ സാധാരണ ഭക്തരാകുന്നതല്ല, ചുമ്മാ ഒന്നുമല്ല അവർ ഗീത കേൾക്കാൻ പോകുന്നതും ഗീത വായിക്കുന്നതും പുസ്തകം വാങ്ങി വെക്കുന്നതും ശ്രമിക്കുന്നതും വ്യാഖ്യാനം ചെയ്യുന്നതും. അങ്ങനെയൊന്നും ആരും അങ്ങനെ വേറെ ഒരു രംഗത്ത് അവർ അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യുന്നതൊന്നും അല്ലേ. വേറെ ഒരു രംഗത്ത് അങ്ങനെ വാരിപ്പോയി കളയോ ഒരു ത്യാഗബുദ്ധിയോടെ പ്രവർത്തിക്കുകയോ ചെയ്യുന്നവരാണ് ഇവരെല്ലാം എന്നൊക്കെ പറയുന്നത് അതിപ്രസ്താവനയാണ്. അവർക്ക് ലക്ഷ്യമുണ്ട്. അതിന്റെ പുസ്തകത്തിന് മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്, മംഗള പ്രസ്താവത്തിൽ
ഇത് കേട്ടാൽ എന്ത് കിട്ടും, വായിച്ചാൽ എന്ത് കിട്ടും, വ്യാഖ്യാനിച്ചാൽ എന്ത് കിട്ടും, തലയാട്ടി കൊടുത്താൽ എന്ത് കിട്ടും എന്നല്ല എഴുതിയിട്ടുണ്ട്. തലയാട്ടി അതിനകത്ത് എഴുതാത്ത പറയരുത്. ഇത് ഫലേച്ഛയോട് കൂടി കർമ്മം ചെയ്യുന്നത് അല്പത്തരമാണ് എന്ന് കൃഷ്ണൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. വീതം നീണ്ടു നിൽക്കുന്ന 2 സെഷനുകളാണ്. 15 മിനിറ്റ് വീതം 20 കിട്ടും. അതിനുശേഷം 10 മിനിറ്റ്. സ്വാമി ഒരു മിനിറ്റ്. സ്വാമി തുടങ്ങിയത് രവീന്ദ്രന് വേണമെങ്കിൽ തുടങ്ങാവുന്നതാണ്. അങ്ങനെയാണ് 15 മിനിറ്റ് 2 സംവാദങ്ങൾക്ക് ലഭിക്കും. അതിനുശേഷം 10 മിനിറ്റ് വീണ്ടും സംവാദങ്ങൾക്ക് ലഭിക്കും. 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ഉപസംഹരിക്കും. തീർച്ചയായും നിങ്ങളുടെ ചോദ്യങ്ങളാണ് വായിക്കുന്നത്. എത്രമാത്രം ചോദ്യങ്ങൾ വായിച്ചു തീർക്കാൻ ഈ സമയത്തിനുള്ളിൽ സാധിക്കുമെന്ന് നമുക്കറിയില്ല. നിരവധി ചോദ്യങ്ങൾ 2 ഭാഗത്തും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചോദ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അല്ല, ഇവർ വരുന്ന ഓർഡർ അനുസരിച്ച് തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. യാതൊരു തരത്തിലുള്ള സബ്ജക്ടിവിറ്റി നിങ്ങൾക്കുണ്ടായിരുന്നു. ചോദ്യങ്ങൾ സമയത്തിന് പരിമിതി മൂലം തിരഞ്ഞെടുക്കപ്പെടാതെ പോയാൽ അത് സമയത്തിന് പരിമിതിയായി മനസ്സിലാക്കണം എന്ന് മാത്രം. പഠിച്ചിട്ട് വിമർശിക്കൂ സുഹൃത്തേ എന്നത് ഇപ്പോൾ എല്ലാ ട്രോളുകളിലും കാണുന്ന ഒന്നാണ്. ഖുറാനെ വിമർശിക്കണമെങ്കിൽ അറബി പഠിക്കണം, ഭഗവത്ഗീതയെ കുറിച്ച് പറയണമെങ്കിൽ സംസ്കൃതം പഠിക്കണം, ബൈബിളിനെ കുറിച്ച് പറയണമെങ്കിൽ ഹീബ്രു പഠിക്കണം. എന്താണ് അഭിപ്രായം? ഇതൊരു ട്രോളാണെന്നും ഇത് അവസാനത്തെ അളവാണെന്നും ഇതിൽ നിന്ന് തന്നെ വളരെ വിദേശ രാജ്യങ്ങളിൽ യൂണിവേഴ്സിറ്റികളിൽ മാനേജ്മെന്റ് പാഠപുസ്തകമായി ഗീത പഠിപ്പിക്കുന്നതും ഇസ്ലാമിക രാജ്യങ്ങളിൽ ഖുറാൻ പഠിപ്പിക്കുന്നതും താരതമ്യപ്പെടുത്തുന്നത് ശരിയാണോ? ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമല്ല. ഇവിടെ നിങ്ങൾക്ക് ഏതാനും മീറ്റർ അകലെയുള്ള എന്റെ കോളേജ്, യൂണിവേഴ്സിറ്റി കോളേജിൽ വളരെ കൃത്യമായി ഏറ്റവും അവസാനം നടന്ന സെമിനാറുകളെല്ലാം തന്നെ ഖുറാനെ കുറിച്ചായിരുന്നു. ഇന്ത്യ മുസ്ലിം രാജ്യമല്ല. ഖുറാൻ എന്ന് പറയുന്ന കൃതിയും ബൈബിൾ എന്ന് പറയുന്ന കൃതിയും അവർക്ക് ഭൂരിപക്ഷം ഇല്ലാത്തടത്തും പഠിപ്പിക്കുന്നുണ്ട്, വലിയ തോതിൽ പ്രചരിക്കുന്നുണ്ട്. വേദാന്തം സ്വാധീനിക്കാത്ത സമൂഹ പരിഷ്കർത്താക്കളില്ല എന്ന് സ്വാമി. എന്നാൽ അംബേദ്കർ വലിയ സാമൂഹ്യ രാഷ്ട്രീയ മാറ്റത്തിന് കാരണമായി. അംബേദ്കറുടെ ജീവിതത്തെ ഗീതയോ വേദാന്തങ്ങളോ സ്വാധീനിച്ചിട്ടില്ലെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പൊ അതിന് മറുപടി പറയേണ്ട കാര്യമില്ല, വളരെ കൃത്യമാണ്. ഐ സല്യൂട്ട് ദാറ്റ് പേഴ്സൺ. മാത്രമല്ല, വേദാന്തം പഠിക്കുന്നതും സാമൂഹ്യ പരിഷ്കരണവുമായിട്ടും യാതൊരു ബന്ധവും. പിന്നെ വേദാന്തം പഠിച്ചവർക്കും സമയമുണ്ടെങ്കിൽ കുറെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യാം, അത്ര ഉള്ളൂ. ഈ ഡെറോഗേറ്ററി ആയിട്ടുള്ള ചോദ്യങ്ങൾ വായിക്കണം. അത് എഴുതി തരാനൊക്കെ എളുപ്പമാണ്, നമുക്ക് തോന്നുന്നൊക്കെ എഴുതി തരാം. വേദങ്ങൾ ബ്രാഹ്മണർക്കായി രചിക്കപ്പെട്ടു എന്ന് പറയുന്നത് വലിയ ചോദ്യമാണ്. അപ്പോൾ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ പ്രകാരം സകല വേദങ്ങളുടെയും കോറായിട്ടുള്ള ഗീത ബ്രാഹ്മണർക്ക് വേണ്ടി ബ്രാഹ്മണർ വിരചിതമായി എന്ന് പറയേണ്ടി വരും. അങ്ങനെയെങ്കിൽ ജാതീയതയുടെ കറുത്ത ഫേസ് കടന്നു വരുന്ന ഗീത എങ്ങനെയാണ് അധികൃതരോട് നീ എന്ന അഭിസംബോധനയോടെ ഈ തൊഴിൽ ചെയ്താൽ മതിയെന്ന് പ്രബോധിപ്പിക്കുന്നത്? ബ്രാഹ്മണർക്ക് വേണ്ടിയുള്ള സ്തുതിഗീതങ്ങൾ മാത്രം മതിയായിരുന്നല്ലോ ഗീത. സകല ജീവജാലങ്ങളും പ്രാണരൂപനായി ഞാൻ വർത്തിക്കുന്നു എന്ന് ഗീതയിൽ പറയുന്നത് എന്തിന്? അയ്യോ, ഈ ബ്രാഹ്മണൻ മാത്രം പുകഴ്ത്തിക്കൊണ്ടിരുന്ന ഗീതയുടെ ഉദ്ദേശ ലക്ഷ്യം പൂർത്തിയായില്ല. കാര്യം ബ്രാഹ്മണൻ പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്തു. ശവം, ദവം, തപം, ശൗചം, വായന, പൂജ, ഇതൊക്കെയാണ് അവന്റെ പണി. അവന് ആരെങ്കിലും ജോലി ചെയ്യും, വസ്ത്രം ആരെങ്കിലും ചെയ്യും, വീട് ആരെങ്കിലും വെച്ചു കൊടുക്കും. അപ്പൊ അവനൂടെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ദൈവനിർദ്ദേശം കൊടുക്കുന്നതാണ് ഇതിന്റെ തന്ത്രം. അല്ലാതെ ബ്രാഹ്മണനെ മാത്രം സ്വയം പൂഴ്ത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഗീതയുടെ ഉദ്ദേശ ലക്ഷ്യം പൂർത്തിയാകില്ല. അതുകൊണ്ടാണ് മറ്റുള്ളവർ, അതാണ് ബ്രാഹ്മണനാണ് നിർദ്ദേശിക്കുന്നത്. ബ്രാഹ്മണനെ മേടി വെച്ചിരിക്കുന്നു. ബ്രാഹ്മണ വിരുദ്ധമായ ഗീതയിൽ ഒന്നുമില്ല, മനുസ്മൃതിയിലും ഗീതയിലും ഒന്നും ബ്രാഹ്മണ വിരുദ്ധമായി ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ബ്രാഹ്മണനാണ് എഴുതിയത്. നിങ്ങൾ ആരെങ്കിലും നിങ്ങൾക്ക് എതിരായിട്ട് എന്തെങ്കിലും എഴുതി അതെന്തുവഴി പറയുന്നത്? ഞാൻ ചോദ്യം രവിചന്ദ്രനുണ്ട്. ഓക്കെ, താങ്കൾ ഗീതയും സംസ്കൃതവും എവിടെ നിന്നാണ് പഠിച്ചത്? ഇത് പണ്ട് 1 വർഷത്തിന് മുമ്പ് ഉള്ള ഒരു സംസ്കൃത, അതായത് അദ്വേഷ്ട സർവഭൂതാൻ ഞാൻ പറയും. അദ്വേഷ്ട സർവഭൂത താങ്കൾക്ക് വേണ്ടിയാണ് ഞാൻ അത് ചൊല്ലിയത്.
താങ്കൾ ഇവിടെ വന്ന് ജിനോടൈപ്പിനെ കുറിച്ചും ഫിനോടൈപ്പിനെ കുറിച്ച് പറയോ, അത് ഒരു അമ്മയുടെയും അച്ഛന്റെയും ഏത് കോമ്പിനേഷൻ മൂലമാണ് ഒരു സൈഗോട്ട് ഉണ്ടാകുന്നത് എന്ന് ശാസ്ത്രത്തിന് പറയാൻ സാധിച്ചിട്ടില്ല. അതിനെ ശാസ്ത്രത്തിന് പറയാൻ സാധിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ശാസ്ത്രം വികസനമാണ്, അല്ലാതെ അതിന്റെ അന്വേഷണം അവസാനിച്ചിട്ടില്ല. ഏത് ശാസ്ത്രത്തിനും അതിന്റെ അവസരത്തിനൊരു രീതിയുണ്ട്. എല്ലാ ശാസ്ത്രങ്ങളും ഞാൻ ഉദ്ദേശിക്കുന്നത് ശാസ്ത്രം വികസനമാണ്. കറക്റ്റ്. ആരാണ് പറഞ്ഞത്? വളരെ നന്നായി. ശാസ്ത്രം വികസനമാണ്, അന്വേഷണങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ശരികളിൽ നിന്ന് മെച്ചപ്പെട്ട ശരികളിലേക്ക് കറക്ഷൻ വേണമെങ്കിൽ അത് നടത്തും. ശാസ്ത്രം അങ്ങനെയാണ് നടത്തുന്നത്. ശാസ്ത്രത്തിന് ഇപ്പോൾ എന്തെങ്കിലും അറിയില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ അത് സംബന്ധിച്ച രീതിയിൽ തമ്മിലുള്ള കാര്യങ്ങൾ ഉദാഹരണമായിട്ട് എല്ലാ മേഖലകളിലും ഇപ്പോൾ അഗസ്റ്റ് കോമിറ്റി പറഞ്ഞു, നിങ്ങൾക്ക് ഒരിക്കലും മറ്റ് നക്ഷത്രങ്ങളുടെ ഹൃദയം, നക്ഷത്രങ്ങളുടെ സ്വഭാവം മനുഷ്യൻ ഒരിക്കലും അറിയാൻ കഴിയില്ലെന്നാണ് കോമിറ്റി പറഞ്ഞത്. പക്ഷെ ഇന്ന് നമുക്ക് നക്ഷത്രങ്ങൾ എന്താണ് സംഭവിക്കുന്നതെന്നും അതിന്റെ കോർ എന്താണെന്നും നമുക്കറിയാൻ കഴിയും. ഇങ്ങനെ നമുക്ക് ശാസ്ത്രം എന്നൊരു സബരിയാണ്, വിനയപൂർവ്വമുള്ള ഒരു സബരി. എല്ലാം അറിയാവുന്നുള്ള വാദമല്ല. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അറിയാനുള്ള മഹത്തായ ഒരു ശ്രമവും അറിയാനുള്ള മഹത്തായ ഒരു വിനയഭാവവുമാണ്. അല്ലാതെ എല്ലാം എനിക്കറിയാം. എങ്ങനെയാണ് മനുഷ്യൻ ഇങ്ങനെ, അത് ഗുണമാണ്, അതെനിക്കറിയാം. അത് 3 എത്ര ശതമാനം, അതെല്ലാം എനിക്കറിയാം. മനുഷ്യൻ എവിടെ നിന്ന് വന്നു എനിക്കറിയാം. എങ്ങോട്ട് പോകുന്നു എനിക്കറിയാം. മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എനിക്കറിയാം. കഴിഞ്ഞ ജന്മത്തിൽ ഇതെല്ലാം അറിയാമെന്ന് പറയുന്ന വാചകമടിയല്ല സയൻസ്. സയൻസ് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി അതൊരു അന്വേഷണം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ജിനോടൈപ്പ്, ഫിനോടൈപ്പ് എന്നിവ സംബന്ധിച്ച് ഇന്ന് ആധുനിക സയൻസിന് അറിയാവുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഒരു സയൻസ് വിദ്യാർത്ഥി എന്ന നിലയിൽ പറഞ്ഞത്. അത് ആത്യന്തികമായ അറിവാണെന്നുള്ള വാദം ഞാനിവിടെ ഉന്നയിച്ചിട്ടില്ല എന്ന് മാന്യ സുഹൃത്ത് അറിയാം. എവിടെയാണ് സയൻസ് നിൽക്കുന്നത് അതനുസരിച്ച് സംസാരിച്ചു. അതാണ് അതിൻ്റെതായിട്ടുള്ള. ഇനി താങ്കൾ ഗുണങ്ങളുടെ പെർസെന്റേജിനെ കുറിച്ച് ചോദിച്ചുവല്ലോ. അതെ, ചോദിച്ചു, മറുപടി ഒന്നും കിട്ടിയില്ല. നമ്മൾ ഉള്ളിലുള്ള നല്ലതും ചീത്തയുമായ ഗുണങ്ങൾക്ക് താങ്കൾക്ക് പെർസെന്റേജ് കണക്കാക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഗുണപരമായ വിഭജനത്തെ അശാസ്ത്രീയമെന്നും യുക്തിഹീനമെന്നും പറഞ്ഞത്. ശ്രീകൃഷ്ണൻ എത്തീസ്റ്റ് ആണെന്ന് താങ്കൾ സ്ലോഗൻ സഹിതം പറഞ്ഞുവല്ലോ. അപ്പോൾ എത്തീസ്റ്റുകൾ ജാതിയുടെ വക്താക്കൾ ആണ് എന്ന് താങ്കൾ അംഗീകരിക്കുന്നു. അത് വളരെ കൃത്യമായി ചോദിച്ചു. ശ്രീകൃഷ്ണൻ എത്തീസ്റ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അദ്ദേഹം വിശ്വാസ സംബന്ധമായ ഒരുപാട് കാര്യങ്ങൾ വേറെ പറഞ്ഞിട്ടുണ്ട്. ഇനി എത്തീസ്റ്റ് ആകുന്നത് കൊണ്ട് ഒരാൾ ജാതിബോധത്തിൽ നിന്ന് മുക്തനാകുന്നില്ല. അതേസമയം എത്തീസ്റ്റ് ആകുന്നത് ജാതിബോധത്തിൽ നിന്ന് മുക്തനാകാൻ വളരെ സഹായകരമാണ്. എത്തീസ്റ്റുകളുടെ ഇടയിലും മോശം ആൾക്കാരുണ്ട്, വിശ്വാസികളുടെ ഇടയിലും ഉണ്ട്. തൃപ്തിയായാലും വർണ്ണവ്യവസ്ഥ ഏതോ ബ്രാഹ്മണൻ ഉണ്ടാക്കിയതാണ് താങ്കൾ പല പ്രാവശ്യം ആവർത്തിച്ചു. അതൊരു കേവല പ്രസ്താവനയാണ്. അതിനുള്ള ചരിത്രപരമായ തെളിവുണ്ട്. സമ്മാനത്തിൽ സമർപ്പിക്കും. ചരിത്രപരമായ തെളിവാണ്. ഒരാൾക്ക്, ഒരു കൂട്ടർക്ക് മാത്രം അനുകൂലമായ, അവരെ പുകഴ്ത്തുന്ന, അവരെ അധികാരം ഉറപ്പിക്കുന്ന, അവർക്ക് മാത്രം ഹിതകരമായ കാര്യങ്ങൾ ഒരു പുസ്തകത്തിൽ ഇറങ്ങുകയാണെങ്കിൽ അത് അവരായിരിക്കും എഴുതിയത് എന്ന് കാണുന്നതാണ് സാമാന്യ യുക്തി. അതിനെ കണ്ടിക്കാമെങ്കിൽ കണ്ടിക്കും. അടുത്തത്, മഹാത്മാഗാന്ധി തോട്ടിപ്പണി ഉൾപ്പെടെ എല്ലാ ജോലിയും വിവേചനമില്ലാതെ ചെയ്യുകയും. ഇപ്പോൾ ഇവിടെ സമ്മതിച്ചു. ഈ ചോദ്യം വരുന്നാള് തോട്ടിപ്പണി ഉൾപ്പെടെ റൈറ്റ്, വെരി ഗുഡ്, ചെയ്യുകയും മാതൃക കാട്ടുകയും ഗീതാ വ്യാഖ്യാനം രചിക്കുകയും ചെയ്തു. മഹാത്മാഗാന്ധിയുടെ ഗീതാ വ്യാഖ്യാനം എന്ന് പറയുന്നത് അദ്ദേഹം ഗീതയിൽ കണ്ടെത്തിയെന്ന് അറിയാം, അഹിംസ. പാറമിഴിഞ്ഞ വെള്ളം, ഗീതയിൽ അഹിംസ കണ്ടെത്തിയ മഹാപണ്ഡിതനാണ് മഹാത്മാഗാന്ധി. നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തിന് നല്ലത് മാത്രം. സഹജഭാവത്തിൽ കർമ്മങ്ങൾ ചെയ്ത് ജാതി വർണ്ണാശ്രമത്തിനായി ഈ മാതൃകയല്ലേ ഗീത വിഭാവനം ചെയ്തു. ജാതി എന്ന അന്ധവിശ്വാസത്തെ മാറ്റാൻ ആക്ടിവിസ്റ്റുകളും ഭരണകർത്താക്കൾ എന്ത് ചെയ്തു? മഹാത്മാഗാന്ധിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. മഹാത്മാഗാന്ധി ജാതി വിരുദ്ധ പ്രവർത്തനം ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ അദ്ദേഹം ബഹുമാനിക്കുന്നു, സല്യൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഗീത പറഞ്ഞ പുസ്തകം വായിച്ചില്ലായിരുന്നെ അദ്ദേഹം കുറച്ചുകൂടെ നല്ലൊരു ആക്ടിവിസ്റ്റ് ആകുമായിരുന്നു എന്നാണ് എന്റെ സത്യം. ഞാൻ സിൻസിയർ. ഗാന്ധിജി അധസ്ഥരെ വിളിച്ചത് ഹരിജൻ. ഒരു മാഗസിൻ അംബേദ്കർ ഒരു ചോദ്യം ചോദിച്ചു. ഹരിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്തിലെ ദേവദാസികൾക്ക്, അവരെ പുരോഹിതന്മാര്, അമ്പലത്തിലെ പുരോഹിതന്മാർക്ക് ഈ വേദാന്ത ദർശനമൊക്കെ കിട്ടുമ്പോഴായിരിക്കും ഒരു വിഷയം ചില ഡിസ്കഷനൊക്കെ നടക്കും. അങ്ങനെ ഇവർക്ക് സന്താനങ്ങൾ ജനിക്കും. ഈ സന്താനങ്ങൾക്ക് അച്ഛനില്ല. അപ്പൊ അവര് ദൈവത്തിന്റെ മക്കൾ, ഹരിയുടെ മക്കൾ. അങ്ങനെ ഹരിജൻ എന്നുള്ള ഒരു വിളിപ്പേര് അവിടെയുള്ള ദേവദാസികളുടെ അച്ഛനില്ലാത്ത മക്കൾക്ക് വരും. ഇത് മറാത്തി അറിയാവുന്ന അംബേദ്കർക്ക് അറിയാം. മറാത്തി ഗുജറാത്തിയൊക്കെ ഗുജറാത്തി അറിയാം. മഹാത്മാഗാന്ധിക്ക് അറിയാം.
ഗാന്ധി എന്നിട്ടപ്പം അംബേദ്കർ ചോദിച്ച ചോദ്യം എന്തിനാണ് പേര് ഹരിജൻ? അപ്പൊ അദ്ദേഹം ദൈവത്തിന്റെ മക്കൾ, ഞങ്ങളുടെ ദൈവത്തിന്റെ മക്കളായിരുന്നു നിങ്ങളല്ല, ബാക്കി നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും വന്നതാണ്. പിന്നെ ഹരിജൻ എന്നുള്ള പേര് പിൻവലിക്കാണ് ഗാന്ധിജിക്ക് തെറ്റുകൾ പറ്റുന്നത്. നല്ല മനുഷ്യനായിരുന്നു, ഞാൻ വളരെ ബഹുമാനിക്കുന്ന മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ആക്ടിവിസം, രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഒരുപാട് മതം കലർത്തി. അത് മതമായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലെ മാലിന്യം. മനസ്സിലാവും. താങ്കൾക്ക് ഗുണങ്ങൾ എത്ര ശതമാനം വീതം ആണുള്ളത് ഒന്ന് വ്യക്തമാക്കാം. ഞാൻ ശതമാനം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്നോട് പാല. ഗീത പഠിപ്പിച്ചാൽ കൂലി കിട്ടും എന്ന് ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. മംഗളശ്ലോകം താങ്കൾ പ്രസ്താവിച്ചിട്ട് എവിടെയാണ് മംഗളശ്ലോകം വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കൃത്യമായ കൂലി അതിന്റെ റേറ്റും സ്കെയിലും സഹിതം എഴുതിയിട്ടുണ്ട്. ഗുണം മറ്റാരോ കെട്ടിവെച്ചതാണെന്ന് താങ്കൾ പറഞ്ഞു. ഗീതയിൽ എവിടെയാണെന്ന് പറഞ്ഞിട്ടുള്ളത്? ഗീതയിൽ എവിടെ പറയണമെന്നില്ല. ഗീതയിൽ എവിടെയെങ്കിലും പറഞ്ഞെങ്കിൽ അദ്ദേഹം പറഞ്ഞു ഗുണം എവിടുന്ന വരുന്നത് അദ്ദേഹം പറഞ്ഞു. ഗുണം സ്ഥായിയാണെങ്കിൽ കർമ്മം മാറുന്നതിന്. ഗുണം സ്ഥായിയാണെന്ന് ആര് പറഞ്ഞു? ഗുണം അവസരം അനുസരിച്ച് സന്ദർഭം അനുസരിച്ച് മാറുമെന്ന് ചിലപ്പോൾ തനിക്കുണം വരുമെന്നൊക്കെ ഞാൻ പറഞ്ഞാണ്. ജീനുകളിലുള്ള ഗുണത്തിനനുസരിച്ചാണ് പ്രതികരിച്ചതെങ്കിൽ ഈ ജീനുകളിൽ ഇത് എവിടെ നിന്ന് വന്നു എന്ന് ചിന്തിച്ച് പറയാമോ? ഓഹോ, വെരി ഗുഡ്, വെരി ഗുഡ്, നൈസ് ക്വസ്റ്റ്യൻ. അച്ഛനും അമ്മയിൽ നിന്നും ആണെങ്കിൽ അവർക്ക് എവിടെ നിന്ന് കിട്ടി? പുറകിലോട്ട് പോയി പറയൂ 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 പറയൂ, പുറകിലോട്ട് പോകൂ. യു ആർ കമ്മിങ് ഫ്രം ആഫ്രിക്ക. യു ആർ കമ്മിങ് ഫ്രം ആഫ്രിക്ക. ഹോമോ ഹാബിലസ്, ഹോമോ ഇറക്ടസ്, ആസ്ട്രലോപിഥെക്കസ് അപ്പാറൻസിസ്, ലൂസി. പുറകോട്ട് പോകൂ. മത്സ്യം, ട്രൈലോബ്രൈറ്റുകൾ, ഏകകോശ ജീവികൾ, വിഭജന സാധ്യതയുള്ള ആദ്യത്തെ തന്മാത്ര, അബിയോജെനസിസ്. That is the current scientific base of it. Abiogenesis. ഇനി രവിചന്ദ്രൻ ഗീത മഹാഭാരതവുമായി ഭാഷാപരമായി ഖടിക്കുന്നില്ല എന്നൊരു സൂചന താങ്കൾ പറയുകയുണ്ടായി. ഇത് എവിടെ നിന്ന് കിട്ടിയാണെന്ന് വിശദീകരിക്കാൻ കഴിയില്ല. താങ്കൾ ഗീതയും മഹാഭാരതം പഠിക്കാൻ മനസ്സിലാക്കാൻ ചെല്ലുന്നു വേറെ ചൈതന്യം ആചരിക്കണം. ഇത് ഈ ഗീതയും മഹാഭാരതവും തമ്മിൽ ഭാഷാപരമായിട്ടുള്ള സാമ്യം, അതുപോലെ തന്നെ ഈ ഗീതയെ ഞാൻ ആദ്യം പറഞ്ഞു കഥാപരമായിട്ട് തന്നെ ഗീതയുടെ ഉള്ളടക്കം മഹാഭാരതവുമായി ഒത്തുപോകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം ഭാഷ വ്യത്യാസമാണ്. കാരണം ഗീതയ്ക്ക് ശേഷം ഒരു അനുഗീത എന്ന് പറയുന്ന ഒരെണ്ണം അത് ഇൻസേർട്ടഡ് ആണെന്ന് ബാക്കിയുള്ള ആൾക്കാർ സമ്മതിക്കുന്ന കാര്യം. അതിനുശേഷം മഹാഭാരതത്തിലെ ധൃതരാഷ്ട്രോ വേറെ ഒരു ക്യാരക്ടേഴ്സും ഗീത എന്ന് പറയുന്ന സാധനം സംഭവിച്ചതായിട്ട് ഒരു സംഭാഷണമോ ഒരു സംഭവമോ ഒരു എക്സ്ചേഞ്ചോ ഇല്ല. ഗീതയിലെ അർജുനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്ഭുത സൃഷ്ടിയാണ്. അത്ഭുത സൃഷ്ടി. കാര്യം വെച്ച് കഴിഞ്ഞാൽ വിരാട രാജധാനിയിൽ വെച്ച് ഉത്തരൻ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ഓടുന്നു. ഉത്തരന് തങ്ങൾ ഒളിപ്പിച്ചു വെച്ച ആയുധങ്ങൾ എടുത്തു കൊടുത്തിട്ട് യുദ്ധത്തിൽ നിന്ന് നീ പിന്മാറുന്നെന്നും നിന്റെ ക്ഷത്രിയ ഗുണം അനുസരിച്ച് നീ യുദ്ധം ചെയ്യേണ്ടവനാണെന്നും പറഞ്ഞ് അവനെ യുദ്ധഭൂമിയിലേക്ക് വലിച്ചെടുത്തുകൊണ്ട് പോകുന്ന അർജുനൻ അവിടെ വെച്ച് തന്റെ ബന്ധുക്കൾ എന്ന് നിങ്ങൾ പറയുന്ന ദ്രോണരും കർണനും ശല്യരും ദുര്യോധനും ഒക്കെ ഉള്ള ആർമിക്കെതിരെ യുദ്ധം ചെയ്ത് പറഞ്ഞാൽ ചുമ്മാതെ കൈകൊടുക്കലല്ല, കുരമ്പുകളേക്ക് യുദ്ധം ചെയ്തിട്ട് കൈവറയ്ക്കാതെ വിജയിച്ച അർജുനൻ, അതായത് ഉത്തരൻ എന്താണോ അർജുനൻ കഷായമായി കൊടുത്തത് അതേ കഷായം തന്നെയാണ് കൃഷ്ണൻ അർജുനന് കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ചു. അപ്പൊ അത് വളരെയധികം അസ്വാഭാവികതയുള്ള, അർജുനൻ അങ്ങനെ ആളെ അല്ല. അർജുനൻ ഇങ്ങനെ ബന്ധുക്കളെ കാണുമ്പോൾ കൈവറയ്ക്കുന്ന ആളൊന്നുമല്ല. മഹാഭാരതത്തിൽ അങ്ങനെ ഒരിടത്തും അങ്ങനെ അർജുനന് കൈവറച്ചായിട്ട് ചരിത്രമില്ല. വിരാട യുദ്ധം തന്നെ എടുത്തു കഴിഞ്ഞാലും അങ്ങനെയല്ല. അർജുനൻ ഇതൊക്കെ ബന്ധുക്കൾക്കെതിരെ, പണ്ടെല്ലാം ബന്ധുക്കൾക്കെതിരെയായ യുദ്ധം മുഴുവൻ. പക്ഷെ അങ്ങനെ കൃത്രിമമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ട് കൊല്ലണം എന്നുള്ള അവന്റെ ധർമ്മത്തെ ഓർപ്പിക്കുന്ന രീതിയിൽ അതിനകത്ത് വേറെ കുറെ കഥകളുണ്ട്. അത് ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമായിട്ട് നിങ്ങളെല്ലാം ഒരുപാട് പഠിച്ച് പണ്ഡിതരായതുകൊണ്ട് നിങ്ങൾക്ക് പ്രകടനം ചെയ്യുമെന്ന് അറിയില്ല. ജസ്റ്റ് ബുദ്ധനെ എഴുതുന്ന കാര്യം താല്പര്യം. സ്വാമി ചിദാനന്ദപുരി പറയാത്ത വ്യക്തികളാണ് അധ്യാപകനായി റിപ്ലൈ ചെയ്തു. ഒരു അധ്യാപകന് ചേർന്ന വൃത്തിയാണോ ഇതൊക്കെ ഈ അദ്വേഷ്ട സർവഭൂതാനം ചോദ്യങ്ങൾ. സർ, ഗുണകർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചാതുർവർണ്ണ എന്നാണല്ലോ ഭഗവത്ഗീത പറഞ്ഞത്. വർത്തമാന കാലത്തിൽ ഇതിന്റെ ആശയങ്ങൾക്ക് പ്രസക്തിയില്ലേ എന്ന് സംശയിക്കും. കാരണം ഗുണകർമ്മങ്ങൾ കൊണ്ട് അധ്യാപകനായ സാർ ബ്രാഹ്മണനാണ്. ഗുണകർമ്മങ്ങളുടെ അധ്യാപകനായ ബ്രാഹ്മണനാണ്. അങ്ങയുടെ കോളേജിലെ സൂപ്രണ്ട് മുതൽ സെക്യൂരിറ്റി വരെ ക്ഷത്രിയ. ഇതൊക്കെ വ്യാഖ്യാന ഫാക്ടറി വിളിക്കുമ്പോൾ എന്നെ എന്തിനാണ്? കോളേജിലെ ക്യാന്റീൻ നടത്തുന്നത് വൈശ്യരാണ്.
പിന്നെ കോളേജ് വൃത്തിയാക്കുന്ന ഒരു ശൂദ്രനാണ്. അവിടെ ശൂദ്രൻ എന്ന് വിളിക്കുന്നത് തെറ്റാണെങ്കിൽ ആയാ സഹായി, പേഴ്സണൽ അസിസ്റ്റന്റ് തുടങ്ങിയവർ അങ്ങനെ തന്നെയാണല്ലോ. അവിടെ ഇദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പരിചരിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും ശൂദ്രനാണ്. ഇദ്ദേഹം അത് ആയാ സഹായി, പേഴ്സണൽ അസിസ്റ്റന്റിനെ ഒതുക്കിക്കണം, മോശം എന്നേ പറയാം. ബ്രാഹ്മണൻ ആയ സാർ 1 മാസം വാങ്ങുന്ന ശമ്പളം ഇതൊക്കെ വേണം. ഇതൊന്നും പറയാത്ത എന്ത് കാര്യമാണ് എന്ന് പറഞ്ഞാൽ, വ്യക്തമായി പറഞ്ഞാൽ ഞാൻ പറയാം. പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് എഴുതി തന്നാൽ ഈ ചോദ്യം ഇത്രയും നീട്ടേണ്ട കാര്യം പിന്നെ എഴുതി തന്നാൽ 10 മിനിറ്റ് ഉണ്ട്. ഞാൻ പറയാത്ത ഏത് കാര്യം ഓക്കെ. രവിചന്ദ്രൻ, തോട്ടിപ്പണി അധമമായതുകൊണ്ടല്ലേ 12 സംസ്ഥാനങ്ങൾ ആദ്യവും 1995 പാർലമെന്റ് തോട്ടിപ്പണി നിരോധിച്ച് നിയമം ഉണ്ടാക്കി? ഞാൻ വിശദീകരിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ഭൂരിപക്ഷം ആൾക്കാരെ കാണുന്നുണ്ട്. അതൊന്നും ചെയ്യാൻ ആളില്ല. അതൊക്കെ ഒരു വിഭാഗത്തിന് മേലെ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരത് ചെയ്യണമെന്ന് നിർബന്ധിക്കുകയായിരുന്നു. അത് ചെയ്ത് മരിച്ചാലും കുഴപ്പമില്ലെന്ന് ഈ ഗ്രന്ഥം പറയുകയായിരുന്നു. വേറൊന്നും ചെയ്യാൻ തോന്നിയാലും അത് ചെയ്യാൻ പോകരുതെന്ന് ഈ ഗ്രന്ഥം പറയുകയായിരുന്നു. അത് മാത്രമേ ഞാൻ പറഞ്ഞു. 2013 തോട്ടിപ്പണിക്ക് പ്രേരിപ്പിക്കുന്ന വ്യക്തിക്ക് 5 വർഷം തടവ് നൽകുന്ന ചട്ടങ്ങൾ ഉള്ള നിയമം പാർലമെന്റ് പാസ്സാക്കിയതും തോട്ടിപ്പണി മോശമായത് കൊണ്ടല്ല, അധമമായത് കൊണ്ടല്ല എന്ന് പറയാൻ കഴിയുമോ? ചോദ്യം എന്നോടല്ല യഥാർത്ഥത്തിൽ. ഒരു നല്ല അധ്യാപകന് വേണ്ട ഗുണങ്ങൾ ഏതെല്ലാമാണ്? ഞാൻ തീർച്ചയായിട്ടും മറുപടി പറയാം. താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ. ചോദ്യോത്തരത്തിന്റെ സമയമാണ്. എങ്കിൽ പോലും ഗീതയെ സംബന്ധിച്ച് ഉത്തരം പറയുന്നതിന്റെ മധ്യേ ഒരാശയം പറഞ്ഞത് അസ്വീകാര്യമായതുകൊണ്ട് നമ്മുടെ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അതിന് മറുപടി പറഞ്ഞിട്ട് ചോദ്യങ്ങൾ എടുത്തു. ഭാഷാപരമായി മഹാഭാരത ഭാഷയും ഗീതയും വ്യത്യസ്തമാണെന്ന് പറഞ്ഞു. അക്ഷരപ്രതി അബദ്ധമാണ്. കാരണം അനുഷ്ടുപ്പ് വൃത്തത്തിലാണ് മഹാഭാരതത്തിൽ ഏറെ ശ്ലോകങ്ങളുള്ളത്. ഗീതയിലും ഏറെ അനുഷ്ടുപ്പാണ്. ഗീതയിൽ അനുഷ്ടുപ്പ് അല്ലാത്തത് 11-ാം അധ്യായത്തിലും വേറെ ചില ഭാഗങ്ങളിലും, 2-ാം അധ്യായത്തിൽ കുറച്ച് ശ്ലോകങ്ങളുണ്ട്, അതുപോലെ കുറച്ച് ശ്ലോകങ്ങളാണ്. അതുപോലെ കലർന്നിട്ടാണ് മഹാഭാരതത്തിൽ മുഴുവനുള്ളത്. മുഴുവൻ ഒരു വൃത്തത്തിലല്ല. ഘടനാപരമായി ഒരു അന്തരവുമില്ല. അതുപോലെ ഗീതോപദേശത്തിന് ശേഷം അതിനെക്കുറിച്ചുള്ള ഒരു പരാമർശവും മഹാഭാരതത്തിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അത്യബദ്ധമാണ്. ഗീതോപദേശത്തിന് ശേഷം ഷഡ്ശതാനി സവിംശാനി ശ്ലോകാനാം പ്രാഹകേശവ അർജുന 750 സപ്തഷഷ്ടിം സഞ്ജയ ധൃതരാഷ്ട്ര ശ്ലോകമേകം എന്നുള്ളത് വരുന്നത് ഗീതോപദേശത്തിന് ശേഷം പിന്നീടുള്ള അധ്യായത്തിലാണ്. അവിടെ ഗീതയിലെ ശ്ലോക സംഖ്യ പോലും കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. എന്നിരിക്കെ ഗീതോപദേശത്തിന് ശേഷം ഗീതയെക്കുറിച്ച് പരാമർശമില്ല എന്ന് പറഞ്ഞാൽ അത് വസ്തുതാപരമായി വിരുദ്ധമാണ്. അതുപോലെ തന്നെ വ്യാസപുത്രരാണ്, സത്യവതി പുത്രരാണെന്നും മറ്റും പറഞ്ഞുകൊണ്ട് ആരംഭിച്ച ദൃഷ്ടാന്തം താൻ ഇത്രയും നേരം സമർത്ഥിച്ചതിന് സെൽഫ് കോൺട്രഡിക്ഷനാണ്. കാരണം അവരാരും ക്ഷത്രിയരല്ലാതിരിക്കെ തന്നെ ഈ പറഞ്ഞ ന്യായത്തിൽ, നമ്മളെ ഭാഷയല്ല, നമ്മൾ ജന്മം കൊണ്ടാണെന്ന് പറഞ്ഞിട്ടില്ലേ, ജന്മം കൊണ്ട് ക്ഷത്രിയ പുത്രരല്ലാത്ത അവര് ക്ഷത്രിയരായിട്ടാണ് വ്യാസനാൽ കീർത്തിക്കപ്പെട്ടത്. ഇപ്പൊ ജന്മം കൊണ്ടല്ല ക്ഷത്രിയത്വം എന്നും അവിടെ താൻ പറഞ്ഞ ദൃഷ്ടാന്തത്തിലൂടെ സമർത്ഥിക്കൊണ്ട് സെൽഫ് കോൺട്രഡിക്ഷൻ എന്നുള്ള വലിയൊരു ദോഷം ചൂണ്ടിക്കാണിക്കാതെ വയ്യ. ഇവിടെ ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. ചോദ്യത്തിന്റെ ക്രമം മാറ്റുന്നില്ല. നമുക്ക് തന്ന ചോദ്യം അതേപടി എടുക്കുക, ഒന്നും മാറ്റില്ല. അസ്വീകാര്യമെന്ന് തോന്നുന്നത് എനിക്കുണ്ടാവില്ല, കാരണം ചോദിക്കുന്നവർക്ക് അത് സ്വീകാര്യമായിരിക്കും. എനിക്ക് അസ്വീകാര്യമായത് ഞാൻ പതുക്കെ വായിക്കുകയും ഉത്തരം പറയാതിരിക്കുകയും ചെയ്യില്ല. ഇവിടെ വന്ന ചോദ്യം ഞാൻ വായിക്കും. വാൽമീകിയെ അധിക്ഷേപിച്ചു എന്ന കാരണത്താൽ സിനിമാ താരം രാഖി സാവന്തിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ലൂധിയാന കോടതി നിർദ്ദേശിക്കുകയുണ്ടായി. സകല കൃതികളും വിമർശിക്കപ്പെടുമ്പോൾ എന്ത് പ്രത്യേകതയാണ് ഈ ഗ്രന്ഥകർത്താക്കൾക്ക് മാത്രമുള്ളത്? ഇത് ചിദാനന്ദപുരി സ്വാമിയോട് ചോദിക്കേണ്ട ചോദ്യമല്ല, ലൂധിയാന കോടതിയോട് ചോദിക്കേണ്ട ചോദ്യം. നമുക്ക് അറിയാത്ത വിഷയം. ഇനി എന്ത് കാരണം കൊണ്ടാണ് നമുക്കറിയില്ല. കാരണം ഒരു രാജ്യത്ത് മാനിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളെ അല്ലെങ്കിൽ ആചാര്യന്മാരെ വിമർശിക്കരുത് എന്നുള്ളത് കൊണ്ടാണോ അറിയില്ല.
ഉദാഹരണം പറഞ്ഞാൽ മുഹമ്മദ് നബിയുടെ ഒരു കാർട്ടൂൺ അങ്ങ് യൂറോപ്പിൽ വരയ്ക്കപ്പെട്ടപ്പോൾ ഇവിടെ ഒരുപാട് തീ കത്തിയിട്ടുണ്ട്, ഇവിടെ ഒരുപാട് ഹർത്താൽ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോടൊക്കെ വലിയ പ്രശ്നമായിരുന്നു. അതുപോലെ പ്രശ്നമൊന്നും ഉണ്ടാകാത്ത ഭാഗ്യതയായിരിക്കും. ഏതായാലും കോടതിയെയാണല്ലോ സമീപിച്ചത്. ആരെങ്കിലും സമീപിച്ചിട്ടുണ്ട് അറിയില്ല. ഇപ്പൊ ഇവിടുന്ന് വായിക്കേണ്ടത് ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. ഏതായാലും ചോദ്യം ചിദാനന്ദ ഗുരുസ്വാമിയോട് ചോദിക്കേണ്ടതല്ല, കോടതിയോട് ചോദിക്കേണ്ടതാണ്. സത്വഗുണമുള്ള ഒരു അധ്യാപകനെ ഏതൊരു രാജ്യത്ത് കണ്ടാലും അദ്ദേഹം ഒരു ക്ഷത്രിയനായിരിക്കുമെന്ന് താങ്കൾ പറഞ്ഞത്. അയ്യോ ഭഗവാനെ, ക്ഷത്രിയനാണെന്നല്ല പറഞ്ഞത്, ബ്രാഹ്മണനാണെന്ന് മാനിക്കണം. അപ്പൊ എന്താ അങ്ങനെ ചോദിച്ചാൽ മറുപടി പറയാം. അങ്ങനെ പറഞ്ഞിട്ടില്ല. ഏത് രാജ്യത്ത് ഏത് മതവിശ്വാസിയോ ആവട്ടെ ഉത്തമാധ്യാപകനാണെന്ന് കാണപ്പെട്ടാൽ അയാളുടെ അച്ഛനാരെന്നോ അമ്മയാരെന്നോ, അയാൾ ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ മുസൽമാനാണോ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. അയാൾ ഗുണഘടനയനുസരിച്ച് ബ്രാഹ്മണനായിരിക്കും. കാരണം ബ്രാഹ്മണ ഗുണമുള്ള ആൾക്ക് മാത്രമേ ഉത്തമ അധ്യാപകനാവാൻ കഴിയൂ. അധ്യാപനം, യജനം, യാചനം അതൊക്കെ ബ്രാഹ്മണ ധർമ്മമാണ്. അത് ജന്മം കൊണ്ടല്ല, സ്വാഭാവികമായിട്ട് അങ്ങനെ വരും. അതുകൊണ്ട് അയാളുടെ അച്ഛനാരെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ഉത്തമ അധ്യാപകനെ കണ്ട ബ്രാഹ്മണനാണ്, ഉത്തമ ഭരണാധികാരിയെ കണ്ട ക്ഷത്രിയനാണ്, ഉത്തമ കച്ചവടക്കാരനെ കണ്ടാൽ കൃഷിക്കാരനെ കണ്ട വൈശ്യനാണ്, ഉത്തമ സേവാ പ്രവർത്തനം ചെയ്യുന്നവനെ കണ്ടാൽ ശൂദ്രനാണ്. ഇതിൽ ഉച്ചനീചത്വങ്ങൾ ഒന്നുമില്ല. ഏതർത്ഥത്തിലാണ്? അതെന്താ മറ്റു ജാതിയിലുള്ളവർക്ക് ഈ ഗുണങ്ങൾ വരാൻ പാടില്ല? ഇവിടെ ജാതി പറഞ്ഞിട്ടില്ല, വർണ്ണമാണ് പറഞ്ഞത്. വർണ്ണത്തെ ജാതിയായി തെറ്റിദ്ധരിച്ചുകൊണ്ട് ചോദ്യം ഉന്നയിക്കുന്നതിന് മറുപടി പറയാൻ പറ്റില്ല. ബ്രാഹ്മണ വർണ്ണത്തിൽപ്പെട്ട ആൾ ഉത്തമ ഭരണാധികാരിയെ കണ്ടു, അയാൾ ജാതിയല്ല, ക്ഷത്രിയ, വർണ്ണമാണ്. വർണ്ണത്തെ ജാതിയായി തെറ്റിദ്ധരിച്ചതാണ് നമുക്ക് വന്ന വലിയ അപകടം. അങ്ങനെ ധാരാളം ഗ്രന്ഥങ്ങൾ പിൽക്കാലത്ത് എഴുതപ്പെട്ടിട്ടുണ്ട്. സ്മൃതികളിലൊക്കെ ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ശങ്കരസ്മൃതി. നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രമാണത്തെ കുറിച്ചാണ്, പ്രമാണ ഗ്രന്ഥമായ ഭഗവത്ഗീതയെ കുറിച്ചാണ്, സ്മൃതിയെ കുറിച്ചല്ല. അത് ശ്രദ്ധിക്കുക. ശ്രീ ശങ്കരാചാര്യരെ ശിവൻ ചണ്ടാള രൂപത്തിൽ വന്ന് പരീക്ഷിച്ചതായി കേട്ടിട്ടുണ്ട്. ഇവിടെ ചണ്ടാളൻ എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ജാതി അല്ലെങ്കിൽ ശിവൻ ചെയ്ത കുറ്റം എന്തായിരുന്നു? ഇവിടെ ശങ്കരാചാര്യ സ്വാമികളുടെ സാധനാഘട്ടത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായി എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വീകരിക്കാം. എന്നാൽ മനീഷാ പഞ്ചകം എന്ന ഉത്കൃഷ്ടമായൊരു കൃതിക്ക് ആധാരമായി പടച്ചുണ്ടാക്കിയ ഒരു കഥയാണ്. സാധനാഘട്ടത്തിൽ അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ സ്വീകരിക്കും. കാരണം സാധനാഘട്ടത്തിൽ ജാതീയമായ വേർതിരിവും ഉച്ചനീചത്വവും തൊട്ടുകൂടായ്മയും തേടിക്കൂടായ്മയും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഒരു ജ്ഞാനസിദ്ധ പദവിയിലേക്ക് ഉയർന്ന ഒരു മഹാനെ സംബന്ധിച്ച് ഒരു വ്യത്യാസവും ആരെ സംബന്ധിച്ചും ഉണ്ടാവില്ല. എന്നാൽ മനീഷാ പഞ്ചകം എന്നുള്ള കൃതി കാശിയിൽ താമസിക്കുന്ന സമയത്ത് എഴുതിയതാണെന്നാണ് ഐതിഹ്യം. അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സാധനാഘട്ടത്തിൽ എഴുതിയ കൃതി അല്ലാതെ അത് ജ്ഞാനസിദ്ധനായതിനു ശേഷം എഴുതിയ കൃതിയാണ്. എന്നിരിക്കെ ആ കൃതിക്ക് യോജിക്കുന്ന കഥയുടെ ആവരണം ആരൊക്കെയോ ഉണ്ടാക്കി തോന്നി. കഥകളെ മെനയാൻ സമർത്ഥരാണ് നമ്മൾ, വലിയ സമർത്ഥരാണ്. അല്ലാതെ അതിനെ പ്രാമാണികമായി സ്വീകരിക്കാൻ കഴിയില്ല. പഠിക്കാനും പഠിപ്പിക്കാനും കഴിയാത്തവർ അധ്യാപകനും ധൈര്യവും കരുത്തും ഇല്ലാത്തവൻ പട്ടാളക്കാരനുമായാൽ ആ വ്യക്തികളും സമൂഹവും രാഷ്ട്രവും നശിക്കില്ലേ? അതുകൊണ്ടാണ് ഗുണഘടനയ്ക്ക് അനുസരിച്ചാണ് കർമ്മം എന്ന് പറയുന്നത്. അപ്പൊ മാത്രമേ രാഷ്ട്രം ഉത്കൃഷ്ടതയെ പ്രാപിക്കൂ. ഒരു കോളേജിൽ പ്രിൻസിപ്പളിന്റെ ജോലി ചെയ്തതിന്റെ ഫലം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയല്ലേ? ചാതുർവർണ്ണ്യം, ഗുണകർമ്മം, സ്വധർമ്മം, പരധർമ്മം തുടങ്ങി ഗീത പറഞ്ഞത് മനസ്സിലാക്കാൻ മറ്റുദാഹരണം വേണോ? തീർച്ചയായിട്ടും. ഇവിടെ ഗുണഘടനയ്ക്ക് അനുസരിച്ച് സ്വാഭാവികമായി വരുന്നതാണ് കർമ്മം. അല്ലാണ്ട് ആരാണ്ടെങ്കിലും കെട്ടിവെക്കണതോ ഏൽപ്പിക്കണതോ നിന്റെ ഗുണഘടന ഇതാണ് അതുകൊണ്ട് നീ ഇത് ചെയ്യുമെന്ന് പറയുന്നതോ അല്ല. സ്വാഭാവികമായി ആന്തരികമായ പ്രേരണ അഥവാ ചോദന, ഇതാണ് ശരിയായ വാക്ക്. ചോദന നമ്മുടെ ഗുണഘടനയ്ക്ക് അനുസൃതമായേ വരൂ, അല്ലാതെ വരില്ല. ഇവിടെ ഗുണഘടന എവിടെ നിന്നുണ്ടാവുന്നു എന്നുള്ളതിനെ കുറിച്ച് പല പ്രാവശ്യം ചോദിച്ചെന്നും ഉത്തരം പറഞ്ഞില്ലെന്നും പറയുകയുണ്ടായി. പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അത് കേൾക്കുന്നില്ല എന്നോ കേട്ടിട്ട് നടിക്കുന്നില്ലെന്നോ വിചാരിച്ചാൽ ഒന്നും പറയാനില്ല.
പല പ്രാവശ്യം എന്ന് മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് പല പ്രാവശ്യം ഇവിടെ എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ഭാഗത്തും കുറേ എണ്ണം കാണുന്നുണ്ട്. ഇവിടെ 1, 2, 3, 4 എണ്ണം ഒക്കെ കാണുന്നുണ്ട്. അതെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് സുഖമായിട്ട് കാണാനും കേൾക്കാനും സാധിക്കും. ജന്മന ദളിതനായ ഒരാൾ ക്ഷേത്രതന്ത്രിയാകുന്നതിനെ സ്വാഗതം ചെയ്യുന്നുണ്ടോ? ആരെ ദളിതൻ? ദളിതൻ എന്നുള്ള പുതുതായിട്ട് കോയിൻ ചെയ്തൊരു ശബ്ദമാണ്. ദളിതൻ എന്ന് പറഞ്ഞാൽ പതിച്ചവൻ എന്ന അർത്ഥം. ദളിതം വീണവൻ. വീണവൻ എങ്ങനെയാ തന്ത്രിയാവുക? ആ ശബ്ദം മാറ്റി വെച്ച് ഇന്ന് സമൂഹത്തിൽ വർണ്ണസിദ്ധാന്തം ഒന്നുമല്ല പറയുന്നത്. ഇന്ന് ഉച്ചനീചത്വ കൽപ്പനകളോടുകൂടി ഇന്നലെ വരെ പലതരം ശാസ്ത്രവിരുദ്ധ സമീപനങ്ങളാൽ വളർന്നതും ഇന്ന് ഭരണവ്യവസ്ഥ തന്നെ മതവും ജാതിയും വേർതിരിച്ച് വാരിക്കോരി കൊടുക്കുന്നത് കൊണ്ടും എല്ലാത്തിലും സംവരണ നയങ്ങളെ ഏർപ്പെടുത്തുന്നത് കൊണ്ടും വികസിച്ചു വരുന്ന ജാതീയത, അതിന്റെ അടിസ്ഥാനത്തിൽ ഏത് ജാതിയിൽപ്പെട്ട ആളായാലും അയാൾ പൂജ ചെയ്താൽ, തന്ത്രം പഠിച്ചാൽ തന്ത്രിയായി സ്വീകരിക്കും. ഒരു സംശയം പറയുന്നതിനില്ല. കൊളത്തൂർ അദ്വൈതാശ്രമത്തിൽ അന്തേവാസികളായ വിദ്യാർത്ഥികളെ വേദാന്തം പഠിപ്പിക്കുന്നതോടൊപ്പം പൂജയും പഠിപ്പിക്കുന്നുണ്ട്. ആ പൂജ പഠിപ്പിക്കുന്നത് ലോകസാമാന്യ ഭാഷയിൽ പറഞ്ഞാൽ ബ്രാഹ്മണനായിരിക്കില്ല. ലോകസാമാന്യ ഭാഷയിൽ. പക്ഷെ അദ്ദേഹത്തെ നമ്മൾ ബ്രാഹ്മണൻ എന്നാണ് വിളിക്കുക. പേര് പറയുന്നതിന് ഒരു മടിയില്ല. ബഹുമാനപ്പെട്ട ഡോക്ടർ കാരുമാത്ര വിജയൻ തന്ത്രി. അദ്ദേഹം ജന്മനായി പറയുന്ന ബ്രാഹ്മണനൊന്നുമല്ല. ഈ പറയുന്ന നമ്മൾ അംഗീകരിക്കുന്ന നമ്മൾ ബ്രാഹ്മണനായിട്ടാണ് കൂട്ടുന്നത്. ഈ കഴിഞ്ഞ വർഷം കോഴിക്കോട് നടന്ന മഹാഭാരതം പരിപാടിയിൽ നിങ്ങൾ വിശ്വസിച്ചാൽ കൊള്ളാം, ഇല്ലെങ്കിൽ കൊള്ളാം, റെക്കോർഡ് ചെയ്യപ്പെട്ട കാര്യങ്ങളായി ഇതൊക്കെ. മഹാഭാരതം പരിപാടിയിൽ ആരംഭമായിട്ട് ഗണപതി ഹവനം ചെയ്തപ്പോൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചത് കാരുമാത്ര വിജയൻ തന്ത്രിയും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുമാണ്. അവിടെ തൊട്ട് താഴെ ഇരുന്നത് മറ്റാരുമല്ല, സൂര്യകാലടിയാണ്. വസ്തുതയാണ് ഈ പറയുന്നത്. കണ്ണടച്ചിരുട്ടാക്കരുത്. ഒരു കാലത്തിലുണ്ടായിരുന്ന ഉച്ചനീചത്വ കൽപ്പനകളും മനുഷ്യനായി പോലും അംഗീകരിക്കാതെ തൊട്ടുകൂടാ, തീണ്ടിക്കൂടാ, ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമാണ്, അവന്റെ നിഴല് തൊട്ടാൽ പോലും അശുദ്ധമാണ്, അവന്റെ വെള്ളം തൊട്ടാൽ അശുദ്ധമാണ് എന്നൊക്കെ ശാസ്ത്രവിരുദ്ധമായി, വേദാന്ത വിരുദ്ധമായി തെറ്റിദ്ധരിച്ചിരുന്ന അവസ്ഥയിലല്ല ഇന്ന് അനേകം ആചാര്യന്മാരുടെ ഉദ്ബോധനങ്ങളുടെയും പ്രബോധനങ്ങളുടെയും ഫലമായിട്ട് സനാതനധർമ്മ വ്യവസ്ഥ നീങ്ങുന്നത്. ഇന്നും ആ കാലത്ത് ഇരുന്നാൽ പോരാ. കാലത്തിന്റെ പരിവർത്തനവും അതിന് കാരണക്കാരായ ഗുരുഭൂതന്മാരെയും, ഉദാഹരണത്തിന് ശ്രീനാരായണ ഗുരുദേവൻ, ചട്ടമ്പി സ്വാമി തിരുവടികള്, രാമകൃഷ്ണ പരമഹംസദേവന്റെ നേരിട്ടുള്ള ശിഷ്യനായ നിർമ്മലാനന്ദ സ്വാമികള്, മഹാത്മാ അയ്യങ്കാളി, പണ്ഡിറ്റ് കറുപ്പൻ, ഇവരൊക്കെ തന്നെ ഉണ്ടാക്കി തീർത്ത ശുഭാനന്ദ ഗുരുദേവൻ, ആദ്യം പറയണം, ശുഭാനന്ദ ഗുരുദേവൻ, ഇങ്ങനെയുള്ള ഒട്ടനവധി മഹാപുരുഷന്മാരുടെ പ്രവർത്തന ഫലമായിട്ട് നമ്മൾ ഇന്നതേയിൽ ഉണ്ടായിരുന്ന ഒരുപാട് അന്ധതകളിൽ നിന്ന് ഉയർന്നിട്ടുണ്ട്. ആ അന്ധതകളെ തന്നെയല്ല ഇന്ന് നമ്മൾ നിലനിൽക്കുന്നതായി മനസ്സിലാക്കേണ്ടത്. ഇത് സാധിക്കുന്നത്, ഈ ഉയർച്ച സാധിക്കുന്നത് ശാസ്ത്രബോധത്തിലൂടെയാണ്. ഈ ഉയർച്ചയെ ഉണ്ടാക്കി തീർത്തവര് വേദാന്ത ശാസ്ത്രത്തെ ഉൾക്കൊണ്ട, സാക്ഷാത്കരിച്ച മഹാപുരുഷന്മാരാണ്. നേരത്തെ പേര് പറഞ്ഞു കുറെ പേരുടെ, ഇനി ഒരുപാട് പേരുടെ പേര് പറയാനുണ്ട്. പക്ഷെ അങ്ങനെ പേര് നീട്ടി പറയുമ്പോൾ ഇവിടെ സമയം മുന്നോട്ട് പോകുമെന്നുള്ളത് കൊണ്ട് ചിലരെ മാത്രം പേര് പറഞ്ഞെന്ന് മനസ്സിലാക്കുക. ഒന്നുകൂടി അവിടെ ഓർമ്മിക്കുക, പണ്ഡിറ്റ് കറുപ്പനായി ജനോദ്ധാരണം ചെയ്തെങ്കിൽ അതിന്റെ പിന്നിൽ കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ ഉണ്ടായിരുന്നു. എന്താണ് ഈ കോവിലകത്തിന്റെ ഉള്ളിൽ താണജാതിക്കാരനെ കയറ്റുന്നതെന്ന് യാഥാസ്ഥിതികര് ചോദിച്ചപ്പോൾ വിദ്യക്ക് ജാതിഭേദം കൽപ്പിക്കരുതെന്ന മറുപടിയാണ് തമ്പുരാൻ കൊടുത്തത്. മറക്കരുത്. ശുഭാനന്ദ ഗുരുദേവൻ ചെറുകോലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര നിശ്ചയിച്ചപ്പോ അതിനെ അനുമോദിച്ച് യാത്ര പറഞ്ഞയച്ചത് ശ്രീനാരായണ ഗുരുദേവനാണ്. മറക്കരുത്. ശ്രീനാരായണ ഗുരുദേവന് കേജരി മുദ്ര ശീലിക്കണമെന്ന് ആഗ്രഹം വന്നപ്പോ ശീലിപ്പിച്ചത് ഈ തിരുവനന്തപുരത്ത് തൈക്കാട്ട് അയ്യാപ്പാണ്. അവരാരും ഉന്നത ജാതി, താണജാതി, കീഴാളൻ, മേലാളൻ എന്നൊന്നും കൽപ്പിച്ചവരല്ല. എന്നാൽ അന്നത്തെ സമൂഹം ശാസ്ത്രബോധമില്ലാത്തവര്, വേദാന്തബോധമില്ലാത്തവര് അടിച്ചമർത്തുകയും നിങ്ങൾ കീഴ്ജാതി എന്ന് പറയുകയും പരിഹസിക്കുകയും ചെയ്തിരുന്നു. വേദാന്ത ശാസ്ത്രത്തിലൂടെയാണ് ഈ ഉന്നമനം ഉണ്ടായതെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ശ്രമിക്കുന്നവർക്ക് മനസ്സിലാക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ. ചായ കച്ചവടക്കാരൻ പ്രധാനമന്ത്രിയായ വിവരം ആരും അറിഞ്ഞില്ലേ?
ചായ കച്ചവടക്കാരാ, നീ ചായ ഒഴിച്ചു തന്നെ ഇരുന്നാ മതി, വേറെ ഒന്നും ചെയ്യണ്ട, നിനക്ക് ഒരിക്കലും പ്രധാനമന്ത്രി പദവിയിലേക്ക് ഉയരാൻ പറ്റില്ല, കാരണം നീ ചായ കച്ചവടക്കാരനാ എന്നൊരു മേലാളനും പറഞ്ഞില്ല. അതുകൊണ്ട് ഉയർന്നു. ജനങ്ങൾ വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്തു ജനാധിപത്യ വ്യവസ്ഥയിൽ. അതുകൊണ്ട് പ്രധാനമന്ത്രി സ്ഥാനത്ത് ഇരിക്കുന്നു. എന്ത് വോട്ട് ചെയ്യുന്നില്ലയോ അന്ന് ഇറങ്ങി പോകുകയും വേണം. ഇത് സാധാരണയാണ്, ഇതിലിപ്പോ കേമത്തൊന്നുമില്ല. പക്ഷെ ഏതായാലും ഒരു മേലാളനും തടഞ്ഞില്ല, അതിൽ സംശയമൊന്നുമില്ല. ഗീത ഇവിടെ ഉണ്ടായിരുന്നു, ഗീത ഇല്ലാണ്ടൊന്നും ആയിട്ടില്ല, ഗീത ഇല്ലാണ്ടായിട്ടില്ല. ജാത്തിയാലുള്ളത് തൂത്താ പോവില്ല എന്നൊക്കെ പറയുന്ന ഗീത ഇവിടെ ഉണ്ട്. ഗീത ഒരിടത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ലേ? ഗീത പഠിച്ചവരും പറഞ്ഞിട്ടില്ല, പറയുകയും. ആ ഗീതയൊക്കെ ഇവിടെ ഇരിക്കെ തന്നെയാണ് ഈ പ്രതിഭാസങ്ങളൊക്കെ രാജ്യത്ത് നടക്കുന്നത്. ചണ്ടാളൻ എന്നാണ് ബ്രാഹ്മണനാകുന്നത്? സമൂഹം അംഗീകരിക്കുമോ, കൂടൂരിട്ട് കൊടുക്കുമോ? ഇവിടെ ചണ്ടാളൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണനായിരുന്നിട്ടും ചണ്ടാളനാവാം, ക്ഷത്രിയനും ചണ്ടാളനാവാം, വൈശ്യനും ചണ്ടാളനാവാം, ശൂദ്രനും ചണ്ടാളനാവാം. അതായത് തീർത്തും ഹീനമായ കർമ്മങ്ങളെ അനുഷ്ഠിക്കുമ്പോൾ, അകൃത്യങ്ങളെ ചെയ്യുമ്പോഴാണ് ചണ്ടാളത്വ പദവിയിലേക്ക് താഴുന്നത്. അവിടുന്ന് പരിഹാരക്രിയകൾ ചെയ്ത് ആന്തരികമായി പ്രചോദിതനായി ആ അധപതനത്തിൽ നിന്ന് സ്വയം ഉയർന്നുവെങ്കിൽ, ഇന്നലെ ജയിലിലായിരുന്നു എന്നുള്ളത് കൊണ്ട് ഇന്നൊരാളെ ജയിൽ കൂലിയായിട്ട് മാനിക്കുമോ? അയാൾ ഉയർന്നുവെങ്കിൽ. അതുകൊണ്ടല്ലേ നമ്മൾ തുറന്ന ജയിലൊക്കെ ഉണ്ടാക്കിയിട്ട് ഉയർത്താനുള്ള പരിപാടികൾ ചെയ്യുന്നത്. ഉയരുന്നതിനെ ഉയർന്ന് അംഗീകരിക്കുക. അയാൾ ഇന്നലെ ആരും നല്ല നോക്കേണ്ടത്, തീർച്ചയായിട്ടും അയാൾക്ക് കൂടൂരിട്ട് കൊടുക്കും. അയാൾ ഉയർന്നിട്ടുണ്ടെങ്കിൽ ഒരു സംശയമില്ല. ഈ വിഷയം ശൂദ്രോ ബ്രാഹ്മണതാമേതി ബ്രാഹ്മണോ യാതി ശൂദ്രതാം. ചണ്ടാളനെ കുറിച്ച് അല്ലാട്ടോ പറഞ്ഞത്. ചണ്ടാളൻ ബ്രാഹ്മണനാണല്ലോ ചണ്ടാളനാവുന്നത്, ക്ഷത്രിയനാണല്ലോ ചണ്ടാളനാവുന്നത്, ചതുർവർണ്ണത്തിൽപ്പെട്ടവരാണ് ചണ്ടാളനാവുന്നത്. എന്നാൽ ഈ വർണ്ണത്തിന്റെ ഉയർച്ചയെ സൂചിപ്പിക്കാൻ വ്യക്തമായി ശൂദ്രോ ബ്രാഹ്മണതാമേതി ബ്രാഹ്മണോ യാതി ശൂദ്രതാം എന്ന് സ്മൃതികാരന്മാർ പോലും, ജാതീയമായ വളരെ ഹീനത സൂക്ഷിക്കുന്ന സ്മൃതികാരന്മാർ പോലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ശ്രുതിക്കാണോ വിരോധം? ശ്രദ്ധിക്കുക. വളരെ സജീവമായി ഇടപെടാത്തത്, പ്രത്യേകിച്ച് ചില ഫാലസികൾ വരുന്ന സമയത്ത് അടിസ്ഥാനപരമായി എല്ലാവരും ശൂദ്രനാണെന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യമായിട്ടിരിക്കെ അങ്ങനെയല്ല മറ്റൊരു സംവാദം പറയപ്പെടുന്നുകൊണ്ട് വരുന്നു. ഒരു കാര്യം ആദ്യം വ്യക്തമാകട്ടെ, ഇതിന്റെ സംഘാടകർ എന്നെ ഏൽപ്പിച്ച ജോലി കൃത്യമായും സമയ നിയന്ത്രണമാണ്. ഒന്ന്, കണ്ടന്റിൽ ഞാൻ ഇടപെടേണ്ടതില്ല എന്ന് സംഘാടകരെ ഏൽപ്പിച്ചിരുന്നു. അത് സംവാദകരുടെ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാകും എന്നുള്ളത് കൊണ്ടാണ് ഇതിൽ ഇടപെടാത്തത്. നിരവധി ഫാന്റസികൾ ചൂണ്ടിക്കാട്ടാനാകുമെങ്കിലും അതിൽ സമയക്രമം പാലിച്ചു ഇരിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഇരുവശത്തും ഫാന്റസികൾ ഉണ്ടായി എന്നുള്ളത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം കാര്യമായതുകൊണ്ട് ഞാൻ തുറന്നിടപെട്ടാൽ രണ്ടുപേരുടെ ഇടപെടേണ്ടി വരുന്നതുകൊണ്ട് എനിക്ക് ഇടപെടാനില്ല. ഒന്ന് ഈ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ശൂദ്രരുടെ. അപ്പൊ ഒന്ന്. രണ്ടാമത്തത്, ഈ മോഡറേറ്റർ ഇരിക്കുക എന്നുള്ളത് എന്താ വിഷമകരമായ ഒരു കാര്യമാണ്. കാര്യം എൻ്റെ ചോദ്യങ്ങൾ പോലും എനിക്ക് ചോദിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. എനിക്ക് 3 ചോദ്യങ്ങളുണ്ട്, പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് ചോദിക്കാനാവില്ല. ഇതിനനുവദിച്ച് ഞാൻ ചോദിക്കുകയും ചെയ്യും. വളരെ സ്പെസിഫിക് ആയ ചോദ്യങ്ങളാണ് പോകുന്നത്. അത് അനുവദിക്കാത്തത് കൊണ്ട്, സംഘാടകരെ അനുവദിക്കാത്തത് കൊണ്ടും സംവാദകർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ചോദിക്കും. അതുകൊണ്ട് തൽക്കാലം സമയ നിയന്ത്രണം എന്നൊരു ജോലി മാത്രമേ ഇനിയുള്ളൂ. അതുകൊണ്ടാണ് ഇടപെടാത്തതെന്ന് ഒരിക്കൽ കൂടി ബോധിപ്പിക്കുന്നു. എനിക്ക് തുടരാൻ പറ്റും. താങ്ക് യു. ഞാൻ ഫാലസികളൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തമായ തരാമെന്നുണ്ടെങ്കിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. എന്നോട് ചോദിച്ച ചോദ്യങ്ങളെല്ലാം ഞാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അവസാനം ചോദിച്ചത് ഒരു അധ്യാപകന്റെ നല്ല ഗുണങ്ങൾ എന്തൊക്കെയാണ്. അധ്യാപകന്റെ നല്ല ഗുണങ്ങളെ കുറിച്ച് ഞാൻ കഴിഞ്ഞ പരിപാടിയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു വിദ്യാർത്ഥി എന്ന് പറയുന്നതും അധ്യാപകൻ എന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, അടിസ്ഥാനപരമായി അധ്യാപകൻ മുന്നേ പഠിച്ച ആളാണ്, അയാൾക്ക് കാര്യങ്ങളുടെ എക്സ്പീരിയൻസ് കൂടുതലുണ്ട്. അതേസമയം ഒരു വിദ്യാർത്ഥിക്ക് അധ്യാപകനെ അതിലംഘിക്കാൻ സാധ്യമാണ്. അധ്യാപകൻ ഒരു സാധ്യതയാണ്, അതോടൊപ്പം തന്നെ ഒരു പരിമിതിയും കൂടിയാണ്. അതുകൊണ്ട് അധ്യാപകൻ എപ്പോഴും ചെയ്യേണ്ടത് അന്വേഷണ പദ്ധതികളെ കുറിച്ച് വിദ്യാർത്ഥികളെ അറിയിച്ചിട്ട് അവരെ ശരിയായ അന്വേഷണ പദ്ധതി അവരുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളത്. മറിച്ചാൽ അവരെ എന്തെങ്കിലും ഒരു അധികാരിയായി സ്വയം അവതരിപ്പിക്കുക എന്നുള്ളതല്ല. അധ്യാപകൻ നമ്മുടെ ഒരു ഏജന്റാണ്, ഈസ് എ ഫെസിലിറ്റേറ്റർ. ഇനി കലർപ്പ് ഗീതയുടെ ലാംഗ്വേജിന്റെ ശൈലി മാറ്റമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഗീത സംബന്ധിച്ച് പഠനം നടത്തിയിട്ടുള്ള 100 കണക്കിന് പണ്ഡിതന്മാരുടെ അഭിപ്രായമാണത്. അവര് ചെറിയ ശൈലീപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്.
വൃത്തത്തിന്റെ വ്യത്യാസം ഗീതയിൽ തന്നെ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. മഹാഭാരതത്തിൽ കലർപ്പുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഗീതയിൽ കലർപ്പുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അതൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി ഗീതയെ സംബന്ധിച്ച് മഹാഭാരതത്തിലെ ഒരു ക്യാരക്ടേഴ്സും ഗീതയ്ക്ക് ശേഷം പരാമർശങ്ങൾ നടത്തുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ട് ഒരു ശ്ലോകം അതിന് ശേഷം എഴുതി ചേർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ അത് പ്രസക്തമല്ല. ഗീതയിലെ ഒരു ക്യാരക്ടർ, അതായത് ഗീതാ നിർദ്ദേശത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞ കൃഷ്ണനോ അർജുനനോ ധൃതരാഷ്ട്രോ സഞ്ജയരോ അല്ലെങ്കിൽ ഇത് കേട്ടറിഞ്ഞു എന്ന് കരുതാവുന്ന ഭീമനോ ധർമ്മപുത്രരോ ശല്യരോ ആരും തന്നെ ഇങ്ങനൊരു സംഭവം നടന്നതായിട്ട് അറിഞ്ഞിട്ടില്ല എന്ന് സ്ഥാപിക്കുന്നതാണ് മഹാഭാരതത്തിന്റെ ബാക്കി ഭാഗങ്ങൾ, അനുഗീത ഒഴികെ. അനുഗീത ഒരു പ്രസിദ്ധമായ ഭാഗമാണ്. ഇനി ഞാൻ സെൽഫ് കോൺട്രഡിക്ഷൻ നടത്തിയിരുന്നു. ഒരു കോൺട്രഡിക്ഷനും ഇല്ല സർ. ഞാൻ പറഞ്ഞത് സത്യവതിയെ എന്തുകൊണ്ടാണ് മുക്കുവ സ്ത്രീ എന്ന് വിളിക്കുന്നത്? സത്യവതി മുക്കുവ കുടിലാണ് ജനിച്ചത്. അവിടെയാണ് മുക്കുവ കുടിലായതുകൊണ്ട് മുക്കുവ സ്ത്രീ. അങ്ങനെയാണ് ഇവിടെ ഈ വർണ്ണമെന്നും ഗുണമെന്നും കർമ്മമെന്നും ഒക്കെ പറയുന്നുവെങ്കിലും ഈ ജാതിയും വർണ്ണവും ഒക്കെ നിശ്ചയിക്കുന്ന എവിടെ ജനിച്ചു എന്നുള്ളത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഇവരുടെ കഥയനുസരിച്ച് അവരങ്ങനെ അല്ല എന്നിരുന്നിട്ടും ഒരു ഫോൾസ് അസംഷൻ ആയിരുന്നു അത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഫോൾസ് അസംഷൻ. പക്ഷെ കാരണം എന്താണ്? എവിടെ ജനിച്ചു, ഏത് കുടില്. അതുകൊണ്ട് അതിനകത്ത് സെൽഫ് കോൺട്രഡിക്ഷൻ ഇല്ല എന്ന് മാത്രമല്ല, അല്ല ഒന്നാന്തരം 916 അഫർമേഷൻ ആണ്. ഇനി മറ്റൊന്നുള്ളത് ചണ്ടാളന്റെ കാര്യത്തിൽ ഇദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചപ്പോ ഇദ്ദേഹം ശങ്കരൻ അദ്ദേഹത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ അത്രയധികം പൂർണ്ണമായ ജ്ഞാനം കിട്ടുന്നതിന് മുന്നേയൊക്കെ അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടാകും എന്നാണ് പറഞ്ഞത്. ചോദ്യം എന്താണ്? ഈ ചണ്ടാളൻ എന്ന് പറഞ്ഞാൽ എന്താ? 23,000 തൊട്ട് 27,000 ജീവികളുള്ള മനുഷ്യജീവിയിൽ ഒരുവൻ എങ്ങനെയാണ് ചണ്ടാളനാവുന്നത്? അല്ലെ എങ്ങനെയാണ് ഒരുവൻ ബ്രാഹ്മണനാവുന്നത്? അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞു. ഈ അദ്ദേഹത്തിന്റെ ആശ്രമം എനിക്കറിയില്ല, അവിടെ അദ്ദേഹം ഇതൊന്നും നോക്കുന്നുണ്ടാവില്ല, എനിക്കറിയില്ല. അദ്ദേഹം അങ്ങനെ നോക്കാത്ത ആളായിരിക്കും, അങ്ങനെ ആകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് അതിനകത്തൊന്നും ഒരു പരാതിയില്ല. പക്ഷെ ഒരു ആശ്രമത്തിലെ ഓഫീസ് മാനുവലും റൂൾസ് ഓഫ് പ്രൊസീജിയറും ഈ ചർച്ചയിൽ പ്രസക്തമല്ല. പക്ഷെ അവിടെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ജന്മനാൽ വേറെ ഏതോ ജാതിയായിരുന്ന, ബ്രാഹ്മണനല്ലാതിരുന്ന, നോട്ട് ഓഫ് പോയിന്റ്, ജന്മനാൽ അദ്ദേഹം ഈ പറയുന്ന ബ്രാഹ്മണനൊന്നും ആയിരുന്ന ഒരാൾ. ഓക്കെ, എന്താണ് പറയുന്ന തരത്തിലുള്ള പക്ഷെ അതല്ല എന്റെ ചോദ്യം, അതല്ല എനിക്ക് പറയണം. ഇദ്ദേഹം പറഞ്ഞതറിയോ? ആ വ്യക്തി അദ്വേഷണ സർവ്വപ്രധാനം പ്ലീസ്. ആ വ്യക്തി ഏതോ ഒരു സൂര്യകാലടി അതിന്റെ താഴെ ചെന്നാണ് ഇരുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. സൂര്യകാല ഇന്നസെന്റ് ചോദിച്ചാൽ സൂര്യകാലടിക്ക് താഴെ ചെന്നിരുന്ന എന്താ കുഴപ്പം? സൂര്യകാലടിക്ക് താഴെ ചെന്നിരിക്കാം, അത് പ്രത്യേകിച്ച് പൊക്കി പറയേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ കാലടിക്കും താഴെ ചെന്നിരിക്കാം, അങ്ങനെ അതിനകത്ത് പ്രത്യേകിച്ച് പറയണ്ട. സൂര്യകാലടി പോലും എന്നുവെച്ചാൽ കാര്യം അദ്ദേഹം എന്തോ പല ഗ്രേഡ് കൂടിയാണ്, അദ്ദേഹം പോലും താഴെ പോയിരുന്നു എന്ന് പറയുമ്പോ ആ ബോധം ഉള്ളിലുണ്ട്. ബോധം ഉണ്ടെങ്കിൽ എന്നെ പറയൂ. മറ്റൊന്ന് ലാസ്റ്റ് പറഞ്ഞത് നമ്മുടെ സംവാദം തീരാൻ പോകും. സംവാദത്തിന്റെ നിയമങ്ങൾ പാലിക്കാൻ കാണികളും ഇല്ലാത്തവർക്ക് വഴി ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്വീകരിക്കാൻ പ്ലീസ് ഇത് തീർന്നേ മതിയോ? ഇരിക്കാം പ്ലീസ്. കയ്യടിക്കരുത് എന്ന് നമ്മൾ പ്രാവർത്തി പറഞ്ഞതാണ്. ഞാൻ എന്റെ ഉള്ളിൽ തോന്നിയ ഒരു കാര്യം പറഞ്ഞു. ആരും കൈയടിക്കരുത്. ഈ ചർച്ച കേട്ടോണ്ടിരുന്നത് ഒരു വിഭാഗം ആളുകൾ വളരെ ഹൈ സ്റ്റാൻഡേർഡ് പുലർത്തിക്കൊണ്ട് ഇരുഭാഗത്തിനും പറയാനുള്ളത് കേട്ടുകൊണ്ട് ഇവിടെ ഇരുന്നു എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. ഞാൻ അവരെ വളരെ ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിക്കുന്നു. അത് it should be taken notice. That's all. So there is a differentiation there in the audience. ഇനി ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞാൻ ഈ സ്വഭാവം എവിടുന്ന് വരുന്നു? സ്വഭാവത്തിൽ നിന്ന് വരുന്നു.
സ്വഭാവം എവിടെ നിന്നാണ്? ജന്മസിദ്ധമാണെന്നാണ് ഞാൻ പറഞ്ഞത്. എവിടെ നിന്നാണ്? അല്ലാതെ വരുന്ന ഏതെങ്കിലും റൂട്ട് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയും സ്വഭാവത്തിൽ എന്താ പറയണ ചോദന. എവിടെയോ കിട്ടി ചോദന. എന്ത് ചോദന? ഇമ്പൾസ്. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങൾക്ക് നിങ്ങളുടെ മസ്തിഷ്കം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലിംബിക് സിസ്റ്റം ഉള്ള ഭാഗങ്ങളിലാണ് നിങ്ങളുടെ ഇമ്പൾസസ് ഉണ്ടാകുന്നത്. ഇപ്പോ ഗോവിന്ദസ്വാമി ആയാലും സൗമ്യ ആയാലും മൃഗങ്ങൾക്കുള്ളത് ചോദനയാണ്. ഒരു നാഗരിക സമൂഹത്തിൽ ഒരു മനുഷ്യൻ അവന്റെ ചോദനകൾക്കനുസരിച്ചല്ല പെരുമാറേണ്ടത്. നോട്ട് എ പോയിന്റ്. ചോദനകൾ എന്താണ്? നിങ്ങൾക്കിപ്പോ പലതും തോന്നിത്തിരിക്കും. ഒരു സിവിലൈസേഷൻ അങ്ങനെയാണോ പെരുമാറുന്നത്? അതാണോ നാഗരികത? അതാണോ മനുഷ്യന്റെ സംസ്കാരം? ചോദനകൾ പരിഷ്കരിക്കപ്പെടണം. ചോദനകൾക്കനുസരിച്ച് പെരുമാറുന്ന രീതിയിൽ വിഭജനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അശാസ്ത്രീയമാണ്, അബദ്ധമാണ്. ചോദനയല്ല. ഇനി ചോദനയാണെങ്കിലും ഇത് ജന്മസിദ്ധമാണ്. ജന്മസിദ്ധമല്ലാതെ ഗുണം വരില്ല. ഗുണകർമ്മ വിഭാഗശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മസിദ്ധം തന്നെയാണ് വർണ്ണം. വർണ്ണം എന്ന് പറഞ്ഞാൽ ജാതി തന്നെയാണ്. വളരെ കൃത്യമായിട്ടാണ്. ഇനി ഇദ്ദേഹം അതിനെക്കുറിച്ച് വീണ്ടും പണ്ഡിറ്റ് കറുപ്പൻ സഹായം കൊടുത്ത കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. എനിക്ക് അവിടെ ചോദിക്കാനുള്ള ഇതാണ്, കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ എന്തുകൊണ്ട് ഒരു മുള്ള ഉള്ളത് കൊണ്ടാണല്ലോ, ഒരു തടസ്സം ഉള്ളത് കൊണ്ടാണല്ലോ, ഒരു വ്യത്യാസം ഉള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹം പറയുന്നത് അദ്ദേഹമാണ് ചെയ്തത്. അപ്പൊ വെൽ പെർസീവ്ഡ് ആയിട്ടുള്ള ഒരു ഡിഫറൻഷിയേഷൻ അവിടെ ഉണ്ടെന്ന് അദ്ദേഹവും സമ്മതിക്കുന്നു. ഇനി ഒരു ചോദ്യത്തിന് ആരായിട്ട് എഴുതി തരാമെന്ന്, ഞാൻ ചോദ്യം തരാമെന്ന് ഞാൻ മറുപടി അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ പോയിന്റ് ഏതോ ഒരു ചോദ്യം ഞാൻ പറയാത്ത പറഞ്ഞു എന്ന് പറഞ്ഞ് കൊണ്ടുവരും. കമോ എന്തോ ഒരു തൊടിനായ ഉണ്ടായിരുന്നു കൊണ്ടുവരും. എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് ചോദ്യങ്ങളില്ലാത്തത്. ഈ ബ്രാഹ്മണൻ യഥാർത്ഥത്തില് എന്തൊക്കെയോ ജോലി ചെയ്ത് ഈ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. നമുക്കറിയാം പലരും ഈ ഗുണം വെച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ രീതി വെച്ച് നോക്കുകയാണെങ്കിൽ ചില ആൾക്കാർ കണക്കിലും എടുക്കലാണ്, ചില ആൾക്കാർ മറ്റതിലും എടുക്കലാണ്. ഈ കണക്കിൽ എങ്ങനെയാണ് ഒരു ആൾക്കാർ എടുക്കലാകുന്നത്? കഴിവ്, ഗുണത്തിന്റെ ഭാഗമാണ് കഴിവ്, പ്രതിഭ. ഈ പ്രതിഭ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇപ്പോ കാട്ടാളനായിട്ട് നമ്മൾ ഇരുന്ന കാലഘട്ടത്തിൽ ആരും കണക്കിസ്റ്റുകളും മാത്തമാറ്റിക്സിൽ എക്സ്പെർട്ടുകളും ഒന്നും ആയിരുന്നില്ല. ഈവൻ ഇന്നത്തെ പൈലറ്റുകളുടെ പഴയ ആൾക്കാർ അന്നാരും വിമാനം ഓടിച്ചിട്ടില്ല. ഇന്നാണ് നിൽക്കുന്നതിനുള്ള സാധ്യത. നമ്മുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം. നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട സമയം മുഴുവൻ നിങ്ങൾ വേറെ രീതിയിൽ ചെലവഴിക്കുകയും നിങ്ങൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മേഖലയിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയാതിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അതിൽ പുറകിലാവുകയും നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ അതിൽ പുറകിലായതുകൊണ്ട് തന്നെ നിങ്ങൾ അടുത്ത തലമുറയെ ആ രീതിയിൽ എത്തിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യും. അപ്പൊ സ്വാഭാവികമായും ഏതെങ്കിലും ഒരു മേഖലയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന വിഭാഗത്തിന് ആ മേഖലയിൽ കൂടുതൽ എഡ്ജ് കിട്ടും. അത് അവർക്ക് അതിന്റെ ഗുണമുള്ളത് കൊണ്ടോ അവരതിൽ മിടുക്കരായതുകൊണ്ടോ ആകണമെന്നില്ല. അവർക്ക് മിടുക്കം ഉണ്ടാകാം മറ്റുള്ളവരെ പോലെ. അവരിൽ തന്നെ ഉദാഹരണമായിട്ട് കണക്കിൽ മിടുക്കരാണെന്ന് പറയുന്ന ഒരു വിഭാഗം, അത് 100 പേരിൽ 20 പേര് ബ്രില്യന്റ് ആയിരിക്കും. കാര്യം അവർ അച്ഛൻ കണക്ക് പഠിപ്പിക്കുന്നു, അമ്മ കണക്ക് പഠിപ്പിക്കുന്നു, കണക്കിന് വിടുന്നു, കണക്കിസ്റ്റുകളായി മാറും. അതേസമയം മറ്റൊരു ഗ്രൂപ്പിൽ നോക്കുമ്പോൾ അച്ഛനും അമ്മയും കണക്ക് പഠിക്കുന്നില്ല, അവർക്ക് കണക്ക് പഠിക്കാനുള്ള സാഹചര്യമില്ല. ഇവിടെ ആദ്യത്തെ ഗ്രൂപ്പിൽ ഒരു 100-ൽ 20% ആൾക്കാർ കണക്കിൽ മിടുക്കരാകുമ്പോൾ മറ്റേതിൽ 100-ൽ 10-ഓ 5-ഓ ഒക്കെ ആവത്തുള്ളൂ. കാരണം എന്താണ്? അവർക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല. ഗുണമില്ലാഞ്ഞിട്ടല്ല, ഗുണം വെച്ച് അങ്ങനെ വിഭജിച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അവർക്ക് തുല്യമായ ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. അല്ല ആദ്യം നീ ശരിയാവില്ല, നിനക്കിനുള്ള ഇതില്ല എന്ന് പറഞ്ഞ് തള്ളി വിടുകയല്ല വേണ്ടത്. ഇപ്പൊ അർജുനനോട് ആദ്യം തന്നെ ഞാൻ പറഞ്ഞ സദോഷമവി ഇന്നത്തെ അജയത് എന്ന് പറയുമ്പോഴും നിനക്ക് പരധർമ്മവും ഭയാവഹ എന്ന് പറയുമ്പോഴും എന്താണ് വരുന്നത്? മറ്റൊരു കർമ്മം കുറെ കൂടി മെച്ചമായി ചെയ്യാൻ കഴിയും എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിനുള്ള അനുവാദമില്ല എന്നുള്ളതാണ് പ്രശ്നം. ഈ അനുവാദമില്ലായ്മ മുന്നോട്ട് വെക്കുന്ന ഗ്രന്ഥമാണ് ഗീത എന്നുള്ളതാണ് ഇവിടെ തെളിഞ്ഞ സത്യം. താങ്ക് യു. ഇവിടെ ഒരു സന്ദർഭത്തെ ദൃഷ്ടാന്തമായി എടുത്തു പറഞ്ഞത് സമൂഹത്തിന്റെ അവസ്ഥയിൽ ഇരുന്നുകൊണ്ടാണ്. സമൂഹത്തിൽ ഉച്ചനീചത്വ കൽപ്പനകളും ജാതീയതയും ഉണ്ടായിരുന്നു. ഒരുപാട് മഹാത്മാക്കളുടെ പരിശ്രമ ഫലമായി, ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പരിശ്രമ ഫലമായി
വളരെയധികം അതിനെ നമുക്ക് ലഘൂകരിക്കാനും തന്നൂകരിക്കാനും സാധിച്ചിട്ടുണ്ട്. എങ്കിൽ തന്നെയും ഇന്നുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞ സന്ദർഭത്തിലാണ് ഈ പറയുന്ന ജാതീയമാണ് ബ്രാഹ്മണ്യം എന്നൊക്കെ പറയുന്നവർ പറയുന്ന ബ്രാഹ്മണൻ എന്ന് വ്യക്തമായി പറഞ്ഞത്. അതിനെ വളച്ചൊടിച്ച് ബ്രാഹ്മണൻ താഴെ ഇരുന്നു എന്നുള്ള പരാമർശം ഉദ്ധരിക്കുന്നത് സംവാദത്തിന് യോജിച്ചതല്ല. അത് രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. അത് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് വ്യക്തമായി ഈ പറയുന്ന എന്നൊക്കെ മുൻകൂട്ടി പറഞ്ഞത്. ഏതായാലും അത്തരം രീതികൾ അസ്വീകാര്യമാണെന്ന് മാത്രം പറയട്ടെ. പല പ്രാവശ്യം ഇവിടെ പറഞ്ഞ വിഷയം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് പറയപ്പെടാത്തതാകില്ല. അവനവൻ കേൾക്കുന്നില്ലായിരിക്കാം. ഞാൻ കേട്ടില്ല എന്ന് പറഞ്ഞാൽ ശരിയാണ്. പക്ഷെ പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഈ കേൾക്കുന്നവരെ കൂടി അത് വിഡ്ഢിയാക്കലാണ്. ഉത്തമ അധ്യാപകൻ ബ്രാഹ്മണനും മേലധികാരിയെ അനുസരിക്കുന്നവനും ശുശ്രൂഷകനും ശൂദ്രനുമാകുന്നു. അപ്പോൾ അധ്യാപകൻ ഒരേ സമയം ബ്രാഹ്മണനും ശൂദ്രനുമാകുന്നു. തീർച്ചയായിട്ടും ശരിയാണ്. അവിടെ ശൂദ്രത്വവും ബ്രാഹ്മണ്യവും ഒരാളിലുണ്ട്. ഒരു അധ്യാപകൻ എന്നുള്ള ധർമ്മത്തെ പാലിക്കുമ്പോൾ അത് ബ്രാഹ്മണ്യമാണ്. അനുസരിക്കുക, പാലിക്കുക എന്ന് പറയുമ്പോൾ അത് ശൂദ്രത്വമാണ്. കേവല ബ്രാഹ്മണൻ ആരുമില്ല, കേവല ക്ഷത്രിയൻ ആരുമില്ല, കേവല വൈശ്യൻ ആരുമില്ല, കേവല ശൂദ്രൻ ആരുമില്ല. പിന്നെ തമോ ഗുണം കൂടിയ ഒരാൾ തൊട്ട് താഴെ സത്വം, തൊട്ട് താഴെ രജസ്സെങ്കിൽ ഏത് ഗുണഘടനയിൽ പെടും? സംശയമില്ല, ശൂദ്ര ഗുണഘടനയിലാണ്. കാരണം ഭഗവാൻ ഭാഷ്യകാരൻ വ്യക്തമായി ഗീതയുടെ ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം എന്നുള്ളതിന്റെ വ്യാഖ്യാനത്തിൽ തമ പ്രധാനസ്യ എന്നാ പറഞ്ഞത്. അതിന് താഴെയുള്ള രണ്ടിനെയും ചർച്ച ചെയ്യുന്നില്ല. അതുപോലെ ബ്രാഹ്മണനെ പറയുമ്പോൾ സത്വപ്രധാനസ്യ എന്നാ പറയുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്ര സംക്ഷിപ്തമായി പറയാനേ സമയം അനുവദിക്കൂ. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പ്രയോഗിക്കണം എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. വർണ്ണം ജന്മസിദ്ധമല്ല എന്ന് സ്വാമി പറഞ്ഞു. ഉറിയതേ ഇതി വർണ്ണം. ജന്മസിദ്ധമാണെങ്കിൽ വേറെ വല്ല പദം ഉപയോഗിക്കാമായിരുന്നു അതിന്. ഉറിയതേ ഇതി വർണ്ണം എന്നാണ് വർണ്ണശബ്ദത്തിന്റെ നിരുക്തി. വരിക്കപ്പെടുന്നത് ഏതോ അതാണ് വർണ്ണം. അങ്ങനെയാണെങ്കിൽ ജാതി ഭേദമന്യേ എല്ലാവർക്കും പൂജാതി കർമ്മങ്ങൾ ചെയ്യാനുള്ള യോഗ്യത ഉണ്ടായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും ഉണ്ടല്ലോ, തീർച്ചയായിട്ടും ഉണ്ട്. ജാതി നോക്കിയിട്ടല്ല. ഒരാൾക്ക് പൂജാപഠനത്തിൽ താല്പര്യമുണ്ടെങ്കിൽ അയാൾ പൂജാപഠനത്തിൽ സ്വീകരിക്കും. നേരത്തെ സൂചിപ്പിച്ചു, അന്ധകാരാവൃതമായ ഒരു മധ്യകാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു വന്നപ്പോൾ ഒരുപാട് ഹീനതയുണ്ടായിരുന്നു. അവിടെ ജാതിയുടെ പേരിൽ അകറ്റി നിർത്തിയിരുന്നു, ചെവി നീയൊരുക്കി ഒറ്റിച്ചിരുന്നു, സ്വീകരിച്ചിരുന്നില്ല. ആ ഹീനതയാണോ ഇന്ന് പറയേണ്ടത്? വേദാന്ത ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രബോധത്തോടുകൂടി ഈ ഹീനതയെ ജയിച്ച് സമൂഹം ഉയർന്നു വരുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ജാതിഭേദമൊന്നുമല്ല. പൂജാപഠനത്തിന് അധികാരമുണ്ടോ? പഠിക്കാം. താല്പര്യമുണ്ടോ? ചെല്ലു. ഇഷ്ടം പോലെ ഗുരുനാഥന്മാർ പഠിപ്പിച്ചു തരുന്നവരുണ്ട്, പറഞ്ഞുതരാം. വേദാന്തം പഠിക്കണമെന്നുണ്ടോ? ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, പറഞ്ഞുതരാം. പഠിക്കാൻ വരുന്ന ജിജ്ഞാസുവോട് വേറൊന്നും ചോദിച്ചില്ല. അതിന് ജിജ്ഞാസ ഉണ്ടോ എന്ന് പരീക്ഷിച്ചിട്ടാണ് അയാളെ പഠിക്കാൻ സ്വീകരിക്കുക. അങ്ങനെയാണെങ്കിൽ സ്വാമി ഒരു പത്രസമ്മേളനം വിളിച്ച് ശബരിമല മേൽശാന്തിയായി പൂജാതി കർമ്മങ്ങൾ പഠിച്ച ഒരു ദളിതൻ എന്നുള്ള പദം നമുക്ക് സ്വീകാര്യമല്ല, നിയമിക്കണമെന്ന് ആവശ്യപ്പെടുമോ? അത് നമ്മുടെ ഇടയ്ക്ക് ചിഹ്നതയും ഭിന്നതയും ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട ശബ്ദമാണ് ദളിത ശബ്ദം. മനുഷ്യനായി കാണും, മനുഷ്യനെന്ന് പറയും. ഇതിന് ദളിതൻ എന്നൊക്കെ വിഭജിക്കുന്നത് നേരത്തെ അശാസ്ത്രീയമായ ഹരിജനം എന്നുള്ള ശബ്ദത്തിന്റെ ദോഷത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചതുപോലെ മറ്റൊരു ദുഷിച്ച ശബ്ദമാണ് ദളിതൻ എന്നുള്ള ശബ്ദം. അത് ഉപയോഗിക്കരുത്. എന്തിനാ ഉപയോഗിക്കുന്നത്? മനുഷ്യനായിട്ട് കാണും. മനുഷ്യനിൽ ആറ്റിറ്റ്യൂഡിനനുസരിച്ച്, ഗുണഭേദത്തിനനുസരിച്ച് കർമ്മഭേദം ഉണ്ടാവും. അതിനനുസരിച്ച് സ്വീകരിക്കും എല്ലാവരെയും ഒരുപോലെ. ദളിതൻ. അതുകൊണ്ട് ഇങ്ങനെ തിരുത്തി വായിക്കുന്നു. സമൂഹത്തിൽ, ഇനി ജാതിയിൽ താണവൻ ചിദാനന്ദ സ്വാമി പറഞ്ഞു നമ്മൾ പറഞ്ഞേക്കരുതേ, സമൂഹത്തിൽ ജാതിയിൽ താണവൻ എന്ന് പറയപ്പെടുന്നവനായാലും അയാൾ പൂജ പഠിച്ചിട്ടുണ്ട്, തന്ത്രം പഠിച്ചിട്ടുണ്ട്, അതിനനുസൃതമായി ജീവിതക്രമം പാലിക്കുന്നുണ്ടെങ്കിൽ അയാളെ മേൽശാന്തി അല്ല തന്ത്രി വരെ ആക്കാം. എന്നാൽ ശബരിമലയിലാക്കണം എന്ന് പറയാൻ ചിദാനന്ദ സ്വാമി അധികാരിയല്ല, ഒരധികാരിയല്ല. നമുക്ക് ചെയ്യാൻ സാധിക്കുക, നമുക്ക് അധികാരമുള്ളവർക്ക് ചെയ്യാം. നമുക്ക് അധികാരമുള്ളവർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ആര് വേണ്ടാൽ പുറത്തൊരു ആശ്രമത്തിൽ വന്നു പോയിക്കോളൂ. അവിടുത്തെ ക്ഷേത്രമുണ്ട്. അവിടെ ക്ഷേത്രം പരമ്പരാഗതമായ ക്ഷേത്രം തന്നെയാണ്. കിരാതമൂർത്തിയുടെ ക്ഷേത്രം, പേര് വല്ലവറക്കാവ് ക്ഷേത്രം. അവിടെ പൂജ ചെയ്യുന്നത് ആരുടെ ജാതി നോക്കിയിട്ടല്ല. ജിജ്ഞാസുക്കളായി വന്നു, അവിടെ പഠിക്കാൻ അവസരം കൊടുത്തു, പഠിച്ചു,
നിഷ്ഠയുള്ളവർ പൂജ ചെയ്യുന്നു. അത് ജാതി ഏതാണെന്ന് ആരും ചോദിക്കുന്നില്ല, ചോദിച്ചിട്ടുമില്ല, ചോദിക്കുകയില്ല. ഇതാണ് സത്യം. അതുപോലെ തന്നെ വേദാന്തത്തിന്റെ മാർഗത്തിൽ ചരിക്കുന്ന ഏതാശ്രമത്തിൽ പോയി നോക്കിക്കോളൂ, അവിടെയൊക്കെ തന്നെ ഈ ഏകത കാണും. നിങ്ങൾ രാമകൃഷ്ണ മിഷനിൽ പോയി നോക്കിക്കോളൂ, അവിടെ പൂജ ചെയ്യണത് മറ്റൊന്നും നോക്കിയിട്ടല്ല, അവിടെ പഠിച്ചവര് ജിജ്ഞാസുക്കളായിട്ടുള്ളവര് അവിടെ പൂജ ചെയ്യും. അതേ സമയത്ത് ജാതീയമായി ഇതിനെ മനസ്സിലാക്കുന്ന പല ശങ്കര മഠങ്ങളിലും നമുക്ക് പ്രവേശം പോലും ഉണ്ടാവില്ല. അവിടെ ശങ്കരാചാര്യ അടുത്തു പോകാൻ പോലും പറ്റില്ല. ഒരു ജാതി ബ്രാഹ്മണൻ എന്ന് പറയുന്നവരൊരു വൃത്തം വെച്ചിരിക്കും, അതിനുള്ളിലേക്ക് കടക്കാൻ പോലും നമുക്ക് സാധിക്കില്ല. നമ്മൾ സന്യാസിയാന്ന് പറഞ്ഞാലും അവിടെ കാര്യമില്ല. അവർ ചോദിക്കും, നിങ്ങൾ ബ്രാഹ്മണനാണോ? ആ ഹീനത അവര് പുലർത്തുന്നതിന് ശാസ്ത്രം എന്ത് പഠിച്ചു? ചിന്തിക്കുക. അധ്യാപക ബന്ധുവാകുന്നത് ശാസ്ത്രത്തിന്റെ ദോഷമല്ലല്ലോ, അത് വ്യക്തിയുടെ ആചരണത്തിന്റെ ദോഷമല്ലേ, അതൊരു സമ്പ്രദായം പാലിക്കുന്നതിന്റെ ദോഷമല്ലേ? ശങ്കരമഠങ്ങളിലെ സ്ഥിതി വളരെ കഷ്ടമാണ്, വളരെ കഷ്ടമാണ്. ചിന്തിക്കുക, സത്യസന്ധമായി പറയുകയാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ ചെയ്താൽ ജനം അവരെ അംഗീകരിക്കുമോ? അത് നമ്മൾ ഉപയോഗിച്ചിട്ട് കാര്യമില്ല. ജനത്തെ അംഗീകരിപ്പിക്കാനുള്ള ആശയപ്രചരണം ചെയ്തുകൊണ്ട് നമ്മളെ പോലുള്ളവർ ജീവിക്കുകയാണ്. വേദാന്ത ശാസ്ത്രത്തെ സകല ചരാചരങ്ങളിലെ കുടികൊള്ളുന്ന സത്യം ഏകമാണ് എന്നുള്ള സിദ്ധാന്തത്തെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മുടെ സമൂഹത്തിലേക്ക് അത് പെട്ടെന്നങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. അത്രയ്ക്കധികം ഹീനമായ ഒരു പശ്ചാത്തലത്തിൽ ഇതിനുണ്ട്. സ്ത്രീകൾക്ക് വേദം ചൊല്ലാൻ പാടില്ല എന്നൊക്കെ പറയണില്ലേ? സ്ത്രീകൾ വേദം ചൊല്ലാൻ മുടിഞ്ഞു പോകുന്നു പറയണില്ലേ? നമ്മളെ കഴിയുന്ന രീതിയിൽ വേദം ചൊല്ലാൻ സ്ത്രീകളെ പഠിപ്പിക്കുക ചെയ്യണത്. നമുക്ക് കഴിയുന്നത് നമ്മൾ ചെയ്യാം. ശാസ്ത്രബോധമുള്ളവർ ഇതാണ് ചെയ്യേണ്ടത്. സ്വാമിക്ക് ഗീതയോട് തോന്നുന്ന ആദരവ് ക്രിസ്ത്യാനികൾക്ക് ബൈബിളിനോടുള്ള ആദരവ് പോലെയല്ലേ? തീർച്ചയായിട്ടും ക്രിസ്ത്യാനിക്ക് ബൈബിളിനോട് ആദരവ് ഉണ്ടാവണം. എനിക്കും യേശു ക്രിസ്തുവിന്റെ ഉപദേശങ്ങളോട് വളരെ ആദരവുണ്ട്. സന്യാസമാർഗത്തിലേക്ക് ഗൃഹത്യാഗം ചെയ്തു പോകുന്ന സമയത്ത് നമ്മളെ കയ്യിൽ ന്യൂ ടെസ്റ്റമെന്റും ഉപനിഷത്തും ഉണ്ടായിരുന്നത്. ഇന്നും ആ ന്യൂ ടെസ്റ്റമെന്റും ഉപനിഷത്തും ഒരുപോലെ ഉണ്ട്. കാരണം ഏത് ആചാര്യൻ, ഏത് നാട്ടിലുള്ള ആചാര്യൻ ആധ്യാത്മികങ്ങളായ ആശയങ്ങൾ പറഞ്ഞത് ഒന്നുമില്ല. ആധ്യാത്മിക തത്വോപദേശത്തിന് ഭേദമില്ല. അത് ഭഗവാൻ യേശുക്രിസ്തു പറഞ്ഞാലും കൊള്ളാം, ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞാലും കൊള്ളാം, ആധ്യാത്മിക തത്വം ഒന്നുമില്ല. അതിനെ ഒരുപോലെ ആദരിക്കാനുള്ള മനോഭാവം നമുക്കുണ്ടാവണം. അതുപോലെ തന്നെ സൂഫി വര്യന്മാരുടെ ഉപദേശങ്ങൾ അങ്ങേയറ്റം വേദാന്ത സാരമാണ്. അത്തരം സൂഫി വര്യന്മാരുമായി നമ്മൾ വളരെ സ്നേഹബന്ധം പുലർത്തുന്ന ആളാണ്. എത്രയോ സൂഫി വര്യന്മാരുമായിട്ട് ഒരു ഭേദവും ഇല്ല. കാരണം അവർ പറയുന്ന സിദ്ധാന്തവും വേദാന്ത ശാസ്ത്രം കാണിച്ചു തരുന്നതും ഒക്കെ ഒന്ന് തന്നെയാണ്. അത്തരം ആ അനുഭവ സിദ്ധന്മാരാണ് സൂഫി വര്യന്മാർ. ശ്രദ്ധിക്കുക. എങ്കിൽ തന്നെയും ഇത് മതത്തിൻ്റെതായ രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെതായ സവിശേഷമായ ആദരവുണ്ടാവും. അതുകൊണ്ട് ഈ ആധ്യാത്മികതയൊന്നും ഉൾക്കൊണ്ടിട്ടില്ലെങ്കിലും ക്രിസ്ത്യാനി എന്ന് പറയുന്ന ആൾക്ക് ബൈബിളിനോട് അത്യധികമായ ആദരവുണ്ടാവും. ഈ ആധ്യാത്മിക തത്വങ്ങൾ ഉൾക്കൊണ്ടിട്ടില്ലെങ്കിലും മുസ്ലിം എന്ന് പറയുന്ന ആൾക്ക് ഖുർആനിനോട് അധികമായ ആദരവുണ്ടാവും. ആദരവ് വേണം. ആ ആദരവിലൂടെ അവർ അതിന്റെ ആധ്യാത്മിക തത്വത്തിലേക്ക് എത്തിയാൽ നിശ്ചയമായും അവർ മതത്തിന് ഉപരി. ഈ പറഞ്ഞതുപോലെ ആദരിക്കേണ്ടതിനെ ആദരിക്കാനും സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കാനുമുള്ള ക്ഷമത അവർക്ക് കൈവരും. സ്വാമിജി, ജാതി ചിന്ത ഇല്ലെങ്കിൽ മിശ്രവിവാഹത്തിന് അനുകൂലമായി പരിശ്രമിക്കാത്തത് എന്തുകൊണ്ട്? എന്ത് മിശ്രവിവാഹം? സ്ത്രീയും പുരുഷനുമാണ് വിവാഹം കഴിക്കേണ്ടത്. ധാരാളം അങ്ങനെ വിവാഹം കഴിക്കുന്നുണ്ട്. എത്രയോ പേര് ഈ സാമൂഹികമായി പറയുന്ന ജാതീയമായ ഭിന്നത കൊണ്ട് വിവാഹം ചെയ്യുന്നതിന് അച്ഛനമ്മമാര് തടസ്സം നിൽക്കുമ്പോൾ അത് ശരിയായ വിവേകത്തോടു കൂടിയ ഒരു പ്രേമബന്ധമാണെങ്കിൽ കഴിച്ചു കൊടുക്കൂട്ടോ, അവർ നല്ല ശരിയായ ശുദ്ധമായ പ്രേമത്തിലാണ് എന്ന് നമ്മൾ വിളിച്ച് അച്ഛനമ്മമാരോട് പറഞ്ഞിട്ടുണ്ട്. സത്യമാണെന്ന് ഒരു സംശയമില്ല. ശരി, അടുത്ത 5 മിനിറ്റ് നേരത്തെ ഉപസംഹാരത്തോടുകൂടി നമ്മുടെ ഈ സംവാദം ഈ വീഡിയോയിൽ അവസാനിക്കുകയാണ്. നമ്മൾ 2 കാര്യം മാത്രം. നമ്മുടെ ഈ ചർച്ചയുടെ ഏറ്റവും പിന്നിൽ ശ്രീ വിവേകാനന്ദൻ ബീഫും പൈസപ്സും ഭഗവത്ഗീതയും കൊണ്ട് രക്ഷപ്പെടാൻ സ്വാധിക്കും ഇന്ത്യൻ സമൂഹത്തിൽ നിന്ന് വളരെ സങ്കീർണമായൊരു പദപ്രയോഗം നടത്തിയ വിവേകാനന്ദൻ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഭഗവത്ഗീതയെക്കുറിച്ച് ഇങ്ങനെയൊരു ചർച്ച
ഇന്ത്യയിൽ എവിടെയാണ് സാധ്യമാവുക എന്ന ചോദ്യത്തിനകത്ത് കേരളത്തിൽ സാധ്യമാകും എന്ന് തെളിയിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്തത് എന്നുള്ളത് നമ്മുടെ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ അഭിമാനിക്കാവുന്നതിന് പൂർണ്ണമായിട്ട് കരുതുകയാണ്. അതിനുവേണ്ടി നൽകിയ ടൈംസ് ഓഫ് ഇന്ത്യക്കും അതിന് മികച്ച രീതിയിൽ മികവുറ്റതാക്കിയ സംവാദകർക്കുമുള്ള ഔദ്യോഗികമായ ഒരു മോഡറേറ്റർ സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ അറിയിക്കുന്നതിന്റെ കാരണം സംവാദം ഉപസംഹരിച്ചു കഴിഞ്ഞാൽ പിന്നെ മോഡറേറ്റർക്ക് യാതൊരു സ്ഥാനവും ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ടാണ്. നമ്മളിപ്പോൾ ചെയ്ത പ്രവൃത്തി വളരെ ചെറുതായിരിക്കാം, ഒരു സായാഹ്നത്തിൽ ഒത്തുകൂടിയിട്ടുണ്ടാകാം. പക്ഷേ പണ്ട് സഹോദരൻ അയ്യപ്പൻ അയാളുടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കുറച്ച് പേരെ വിളിച്ചിരുത്തി ഭക്ഷണം കഴിപ്പിച്ചപ്പോൾ അത് അത്രയും വലിയ സ്ഫോടനാത്മകമായൊരു പ്രവൃത്തിയാണെന്ന് ആ നിമിഷം അയ്യപ്പന് തോന്നിയിട്ടുണ്ടാവില്ലായിരിക്കും. ഇല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിന് ഒരു കല്ലെടുത്ത് ഒരു ചെറിയ അമ്പലം ഉണ്ടാക്കിയപ്പോൾ അതെങ്ങനെയാണ് ഇത്രയും സ്ഫോടനാത്മകമായ ചരിത്രമായി തീർന്നതെന്ന് അറിയില്ലായിരിക്കാം. ഇന്നത്തെ ദിവസത്തെ അത്തരത്തിലൊരു സ്ഫോടനാത്മകമായ ദിവസമാക്കി നമ്മളുടെ സമൂഹത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു. മികച്ച രീതിയിലുള്ള ഒരു കാണികളുടെ സാന്നിധ്യം ഉണ്ടായി. ഇത് ചില സ്വാഭാവികമായും സംവാദങ്ങളുടെ സദസ്സുകളിൽ പലതരം കാണികളാണ് ഉണ്ടാകുന്നത്. ഏറ്റവും നന്നായി വേഗത്തിലൂടുന്ന മെസ്സി അവസാന നിമിഷം തട്ടി വീഴുമ്പോൾ കളിക്കളത്തിൽ ഗ്യാലറിയിൽ ഇരുന്നൊരാൾ എഴുന്നേൽക്കാൻ കാണിക്കുന്ന ആവേശം സ്വാഭാവികമാണ്. അതിനപ്പുറം സംവാദങ്ങൾ പോലും കളികളായി കണക്കാക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ആരോഗ്യകരമായ അനുഭവമായി മാത്രം കണക്കാക്കിക്കൊണ്ട് നിങ്ങൾക്കുള്ള നന്ദി കൂടി അറിയിക്കുന്നു. ഒപ്പം എനിക്ക് ഒരേ ഒരു സംശയം മാത്രമുള്ളത്, ഞാനിവിടെ നിന്ന് ഈ മോഡറേറ്റർ വേദിയിൽ തിരിച്ചു പോകുമ്പോൾ ഈ ഗുണഘടനയ്ക്കനുസരിച്ചാണ് കർമ്മം ഉണ്ടാകുന്നത് എന്ന നിരീക്ഷണത്തിൽ ഈ ഗുണം എവിടെ നിന്നുണ്ടാകുന്നു എന്ന ചോദ്യവുമായിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നത്. ഒരുപക്ഷെ നിങ്ങളിൽ എത്ര പേർ ആ ചോദ്യവുമായി വീട്ടിലേക്ക് പോകുന്നതെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ലെന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ചർച്ചയോട് സ്വീകരിക്കാൻ വേണ്ടി രണ്ടുപേരെയും ക്ഷണിക്കുന്നു. സമ്മാനമാണ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സംഭരിക്കുന്നുണ്ട്, മറ്റു കാര്യങ്ങളൊന്നും ഉന്നയിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന് അവസരം ഉണ്ടാവില്ല, ഞങ്ങൾ അങ്ങനെ പോകും. ആദ്യമായി ഇത്തരത്തിലുള്ള ഒരു സംവാദം ഇവിടെ സംഘടിപ്പിച്ച SLSനും ടൈംസ് ഓഫ് ഇന്ത്യക്കും എൻ്റെ അഭിനന്ദനവും നന്ദി അറിയിക്കുകയാണ്. നമുക്ക് ഇന്നലെ ഒരു സംവാദം നന്നായിട്ട് നടക്കേണ്ടിയിരുന്നതാണ്, പക്ഷെ ഹർത്താൽ കാരണം നടന്നില്ല. ആദ്യത്തെ ദിവസം ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള സംവാദങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാകട്ടെ എന്ന്. അതായത് സംവാദ സംസ്കാരം എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. പലരും ചോദിക്കാറ് ഈ സംവാദം കൊണ്ട് എന്താണ് നേട്ടം, നല്ല ഗുണമുണ്ടോ? അപ്പൊ ഞാൻ തിരിച്ചവരോട് ചോദിക്കുന്ന ഒരു കാര്യം, ഈ സംവാദം ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും നേട്ടമുണ്ട്? സംവാദം എന്ന് പറയുന്നത് രണ്ടുപേർക്ക്, പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഒരു ഗോത്രവീര്യം ഒരു ഫുട്ബോൾ കളത്തിലേക്ക് ഒതുക്കുന്ന കഴിഞ്ഞതാണ് നാഗരികതയുടെ ഗുണം എന്ന് പറയാം. 11 പേര് ഒരു ഫുട്ബോളിന്റെ പിന്നാലെ പാഞ്ഞുകൊണ്ട് നിങ്ങളുടെ രണവീര്യവും ഗോത്രവീര്യവും ഒരു മൈതാനത്തിലേക്ക് ഒതുക്കുമ്പോഴാണ് സംസ്കാരം ജനിക്കുന്നതെന്ന് പറയാം. അതുപോലെ നമുക്ക് വിരുദ്ധ ആശയങ്ങൾ, ഞാൻ ആ പട്ടപ്പുറത്തലിന്റെ കാര്യം പറഞ്ഞു, അദ്ദേഹവുമായി ഒരു വിഷയവുമില്ല. അദ്ദേഹം ഉന്നയിച്ച ആശയങ്ങളെയാണ് ഞാൻ എതിർത്തത്. അത് യുക്തിഹീനമാണെന്ന് പറഞ്ഞു. ആ ഗീതയിലെ പല കാര്യങ്ങളും അബദ്ധമാണെന്ന് പറഞ്ഞു. അല്ലാതെ അദ്ദേഹവുമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ആരും ദയവ് ചെയ്തെടുക്കരുത്. അങ്ങനെ എടുക്കുന്നത് വളരെ സങ്കടകരമാണ്. അദ്ദേഹം എടുക്കില്ല എന്ന് ഞാൻ കരുതുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്ന് സമ്മറൈസ് ചെയ്യും. ഞാൻ ആദ്യം പറഞ്ഞു, ഈ ഗുണകർമ്മ വിഭാഗശക എന്ന് പറയുന്നത് ഒരു അബദ്ധ സിദ്ധാന്തമാണ്. ഗുണം അനുസരിച്ചും കർമ്മം അനുസരിച്ചും വിധിക്കാൻ സാധ്യമല്ല. ഗുണവും കർമ്മവും ഒരുമിച്ച് വിധിക്കാനും സാധ്യമല്ല. കാര്യം ഗുണമുള്ള അനുസരിച്ചുള്ള കർമ്മം കിട്ടണമെങ്കിൽ, അപ്പോൾ അവിടെ അത് തെറ്റാണ്. ഇനി ഞാൻ രജോ ഗുണം സത്വം താമസം എന്ന് പറയുന്നത് ക്ഷത്രിയനാണ്. രജോ തമോ സത്വം എന്ന് പറയുന്നത് വൈശ്യനാണ്. രജോ ഗുണത്തിന് 2 ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. അതേസമയം തമോ ഗുണത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ അങ്ങനെയില്ല, സാത്വിക ഗുണത്തിന്റെ കാര്യത്തിലും അങ്ങനെയില്ല. ഇതൊരു ആർബിട്രറി ഡിസിഷനാണ്. കാരണം കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് കൊടുക്കേണ്ടത്. അങ്ങനെ എടുത്തിട്ടില്ല. അത് എന്റെ പ്രശ്നം പറഞ്ഞാൽ സാങ്കരുടെ ത്രിഗുണം കൊണ്ട് 4 വർണ്ണം ഉണ്ടാക്കിയതിലുള്ള ഒരു പൊരുത്തക്കേടാണ് ഉള്ളത്. അത് അദ്ദേഹത്തിന് വ്യാഖ്യാനിച്ച് തീർക്കാവുന്നതല്ല. അദ്ദേഹം പറഞ്ഞു താമസവും സാത്വികവും ഉണ്ടെങ്കിൽ താമസം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ സാത്വികം തമോ രാജസ മോഡൽ വന്നാൽ എന്താവും? ഇത് രണ്ടും ഇല്ല. അദ്ദേഹം കുമാറിനെ ഉണ്ടാക്കി പറഞ്ഞാണ്. ഈ 2 എണ്ണമാണ് മിസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ആർബിട്രറി ആണെന്ന് ഞാൻ പറഞ്ഞു. അത് വളരെ കൃത്യമായി നിലനിൽക്കുന്ന പദം തന്നെയാണ്. മറ്റൊന്ന് അദ്ദേഹം ഞാൻ പറഞ്ഞു, ഈ ഗുണം എന്ന് ഒരിടത്ത് പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഗുണം അനുസരിച്ചല്ല, സഹജമായ ഗുണം അനുസരിച്ചല്ല കർമ്മം ചെയ്യേണ്ടത് എന്നുള്ളതിന് കൂടി കൃത്യമായ നിർദ്ദേശം ഗീതയിലുണ്ട്. അതുകൊണ്ടാണ് സ്വന്തം തനിക്ക് കുറെ കൂടി നന്നായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പോലും ചെയ്യാതെ സ്വന്തമായി തനിക്ക് വിധിച്ചിട്ടുള്ള കർമ്മം ചെയ്ത് നീ ശ്രേയസ്കരം ആകണം അല്ലെ ശ്രേഷ്ഠനാകണം എന്ന് പറയുന്നത് നിങ്ങളുടെ ഗുണവും ആപ്റ്റിറ്റ്യൂഡും അഭിരുചിയും ഒക്കെ മറ്റൊരു ജോലിക്ക് അനുകൂലമാണെങ്കിൽ കൂടി നിങ്ങൾ എന്റെ വിധിപ്രകാരം പോകണം എന്നുള്ളതിന്റെ കൃത്യമായ തെളിവാണ്. അത് കണ്ടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി 3ാമതൊരെണ്ണം ഉണ്ടായിരുന്നു, ഗുണം. I am very thankful to Arun for raising this question.
ഈ ഗുണം എന്ന് പറയുമ്പോൾ ജന്മസിദ്ധമായി കഴിഞ്ഞു. അതിനകത്ത് യാതൊരു സംശയം ആരും പോകണ്ട. കാരണം ഗുണം ജന്മസിദ്ധമല്ലാന്ന് തെളിയിക്കാൻ എതിർ സംവാദത്തിന് കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു ഗുണം എന്ന് പറയുന്നത് ജന്മസിദ്ധമാണ്. അതേ അവസാനം ചോദനയിൽ പോയി നിന്നു. ചോദന വഴി, ചോദന എന്ന് പറയുന്നത് ജന്മസിദ്ധമായി കിട്ടുന്നതാണ്. അല്ലാതെ എവിടെയെങ്കിലും പോയി പെട്രോൾ പമ്പിലൊക്കെ പോയി 2 ലിറ്റർ ചോദന നമ്മൾ കിട്ടുന്നത് അക്യൂട്ട് ക്വാളിറ്റി അല്ല, അത് ഇൻഹറന്റ് ക്വാളിറ്റിയാണ്, ഇൻട്രൻസിക് ക്വാളിറ്റിയാണ്. ഇതാണ് അതിന്റെ മർമ്മം. അപ്പോ ഗുണകർമ്മ വിഭാഗശാല എന്ന് എഴുതി കഴിഞ്ഞാൽ തന്നെ വർണ്ണം ജന്മസിദ്ധമാണെന്ന് വ്യക്തമായി തെളിഞ്ഞു കഴിഞ്ഞു. ഈ വർണ്ണമാണ് പിന്നീട് ജാതികളായി ഉപജാതികളായി ഇന്നത്തെ സമൂഹത്തിൽ കിട്ടുന്നത്. പേരിൽ മാത്രമേ മാറ്റമുള്ളൂ, ബാക്കി ഇടപെടലും സ്വഭാവവും ഒക്കെ ഒന്ന് തന്നെയാണ്. ഇനി ഗീത മറ്റൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഓരോ വർണ്ണത്തിനും പറ്റിയ ജോലികൾ ഏതൊക്കെയാണെന്ന് കൂടി ആർബിട്രറി ഡിസൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇന്നത് ഇന്നാര് ചെയ്യണം. അങ്ങനെയുള്ള ആർബിട്രറി ആയിട്ടുള്ള ഡിവിഷൻസ് മറികടന്ന് വേണം ഒരു പുരോഗമന സമൂഹം മുന്നോട്ട് പോകാൻ. ഇന്നതേ ചെയ്യാവൂ, ഇന്ന ആൾക്കാരുടെ ഇന്ന തലമുറകൾ ഇന്നതേ ചെയ്യാവൂ എന്നുള്ളതല്ല, മറിച്ച് സോഷ്യൽ മൊബിലിറ്റിക്ക് ചാതുർവർണ്ണയമായ സൃഷ്ടം എന്ന് പറയുന്ന ആ ശ്ലോകം തന്നെ ഒരു വിലങ്ങുതടിയാണ്. ഗീത മൊത്തത്തിലും ആ ശ്ലോകം ഭാഗികം എന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗം തന്നെ വലിയൊരു വിലങ്ങുതടിയാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ഗ്രന്ഥങ്ങൾ, ഒരു ഗ്രന്ഥത്തിലേക്ക് ഒതുങ്ങുന്ന ആൾ, ഒരു ഗ്രന്ഥത്തിലേക്ക് ഒതുങ്ങുന്ന ഒരു ജനത എന്ന് പറയുന്നത് പലപ്പോഴും കണ്ണടച്ച് മുന്നോട്ട് പോകുന്ന ജനതയാണ്. നിങ്ങൾക്കെല്ലാം അപ്പൊ ഗീതയാണേലും ബൈബിളാണേലും ഖുർആനാണെങ്കിലും പ്രിൻസിപ്പിയ മാത്തമാറ്റിക് ആണെങ്കിലും എല്ലാ പുസ്തകങ്ങളിലൂടെയും കടന്നു പോകാനും അതിലെ ആശയങ്ങളെ കുറിച്ച് അറിയാനും അത് വിലയിരുത്താനുള്ള അവസരം നിങ്ങൾക്കുണ്ടാകണം. അങ്ങനെയുള്ള ഒരു അന്വേഷണാത്മകമായ ശൈലി മുന്നോട്ട് മുറുകെ പിടിക്കണം എന്നാണ് നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്. എന്നോട് സംവാദത്തിന് വന്ന ശ്രീമൻ ചിദാനന്ദപുരി, മോഡറേറ്റർ ആയിട്ടുള്ള ശ്രീ അരുൺ, ഈ സംവാദം സംഘടിപ്പിച്ച എസൻസ്, ടൈംസ് ഓഫ് ഇന്ത്യ, ഇത്രയും നേരം നമ്മൾ എന്താ പറയാ ആശയ സംവാദം, അതിനകത്ത് വേറെ എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളോ വൈകാര്യം ഒന്നും കാണേണ്ടതില്ല. ജസ്റ്റ് ഹാഡ് an exchange, just had a chat. That's all. Thank you. ഇവിടെ നമ്മൾ ഈ സംവാദത്തിൻ്റെ അവസാനത്തെ ഘട്ടത്തിലാണ്. ഈ സമയത്ത് മോഡറേറ്റർ ഒരു ചോദ്യം ഉന്നയിക്കുകയുണ്ടായി. അതായത് ഗുണങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്നതിന് മറുപടി കിട്ടിയിട്ടില്ലായിരുന്നു. ഇവിടെ സൃഷ്ടിയെക്കുറിച്ച് വിസ്തരിച്ച് പറയേണ്ടി വരും. പരമാത്മാവിന്റെ അനന്യവും അഭിന്നവുമായ ശക്തിവിശേഷമാണ് മായ അഥവാ പ്രകൃതി. ഈ പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ സർവ സൃഷ്ടികളിലുണ്ട്. ത്രിഗുർമയ ഗുണൈർഭാവൈരേവി സർവമിതം ജഗത്. അതാരുണ്ടാക്കുന്നതല്ല. അത് ഈ പ്രപഞ്ച സൃഷ്ടിയിൽ മുഴുവൻ ഏതിനെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും അത് സൃഷ്ടിയാവുള്ളതാണ്. അത് വൃക്ഷങ്ങളിലായാലും മറ്റ് ഇഴജന്തുക്കളിലായാലും പറവകളിലായാലും മനുഷ്യനിലായാലും. പക്ഷെ മനുഷ്യനിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഈ സൃഷ്ടി പ്രക്രിയയുടെ പ്രകടീകരണത്തിൽ വരുന്ന പരിവർത്തനത്തിനനുസരിച്ച് ത്രിഗുണങ്ങളുടെ പ്രഭാവവും ത്രിഗുണങ്ങൾക്കനുസരിച്ച് കർമ്മം ചെയ്യുന്ന വിഷയവും അതിനനുസരിച്ച് ഫലം വന്നു ചേരുന്നത് കൂടുതൽ പ്രകടമാവുകയാണ് ചെയ്യുന്നത്. മറ്റ് സൃഷ്ടിയാവുള്ളതാണ്. ഇതാണ് ഗീതയിൽ തന്നെ ത്രിഭിർമയ ഗുണൈർഭാവൈ രേവി സർവമിതം ജഗത് എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ വിഷയം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇത് കേവലം മനുഷ്യരുടേതല്ല. എല്ലാ സൃഷ്ടികളിലും സത്വരജസ്തമോ ഗുണങ്ങളുണ്ട്. സത്വരജസ്തമോ ഗുണ ഭേദമില്ലാത്ത ഒന്നില്ല. ഇതിനെ സാഖ്യ ദർശനത്തിൽ വളരെ വിപുലമായിട്ട് കപില മഹർഷി വിസ്തരിച്ചിട്ടുണ്ട്. വേദാനുസാരിയായിട്ടുള്ള വളരെ വിശദമായ വിശദീകരണം ത്രിഗുണ സിദ്ധാന്തത്തെ സംബന്ധിച്ച് സാഖ്യം തരുന്നുണ്ട്. ആ സാഖ്യ ദർശനത്തിന്റെ ഈ ത്രിഗുണ സിദ്ധാന്തത്തിന്റെ ആശയങ്ങളെയാണ് നമുക്കിവിടെ ഭഗവത്ഗീതയിലും ഒക്കെ കാണാൻ കഴിയുന്നത്. അത് കപിലൻ ഉണ്ടാക്കിയതല്ല, വൈദികമാണ്, ആസ്തിക ദർശനമാണ് സാഖ്യം. അതുകൊണ്ട് വേദത്തിലുള്ള ത്രിഗുണ സിദ്ധാന്തത്തെയാണ് കപിലൻ എടുത്തിട്ടുള്ളത്. അതിനെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ എടുത്തിട്ടുള്ളത്. അതിനെയാണ് വ്യാസ പുരാണങ്ങളിൽ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് സൃഷ്ടിയാവുള്ളതാകുന്നു ഇത് മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ ഈ ആശയത്തെ മനസ്സിലാക്കി വിപുലീകരിക്കുമ്പോഴാണ് സൃഷ്ടിക്രമത്തിൽ എല്ലാത്തിലുമുള്ള ത്രിഗുണങ്ങളെയും ത്രിഗുണങ്ങൾക്കനുസരിച്ച് വരുന്നതിനെയും പറയേണ്ടത്. മറ്റൊന്ന്, ഇവിടെ വളരെ തെറ്റിദ്ധാരണയ്ക്ക് ഇടവരുന്ന വിധത്തിൽ ഒരു ശബ്ദത്തെ പ്രയോഗിക്കുകയുണ്ടായി. ചോദന ഇമ്പൾസ് ആണെന്നുള്ളത്. ഇവിടെ ചോദന എന്നുള്ളത് ഏത് സന്ദർഭത്തിലാണ് പറഞ്ഞതെന്ന് വ്യക്തമായി മനസ്സിലാക്കുക. സന്ദർഭം നടത്തി മാറ്റരുത്. ധർമ്മം എന്നുള്ളത് സത്കർമ്മങ്ങളിലേക്ക് പ്രേരണ തരുന്നതാണ്, ചോദന തരുന്നതാണ്.
അതുകൊണ്ട് അവനവന്റെ ഗുണഘടനയ്ക്ക് അനുസൃതമായിട്ടാണ് സ്വാഭാവികമായി കർമ്മത്തിലേക്ക് പ്രേരണ ഉണ്ടാവുക. ചോദനാ ശബ്ദത്തിന് ഇമ്പൾസ് എന്ന് ഇംഗ്ലീഷിൽ അർത്ഥം പറയട്ടെ, ഒരു വിരോധവും ഇല്ല. പക്ഷേ ചോദനാ ശബ്ദത്തിന് കർമ്മ പ്രേരകമാവുന്നത് ഈ അർത്ഥത്തിൽ വ്യക്തമായിട്ട് പൂർവമീമാംസാകാരൻ ധർമ്മശബ്ദത്തിന്റെ നിർവചനത്തിൽ പോലും ചോദനാലക്ഷണ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇമ്പൾസിന്റെ അല്ല, അത് സത്കർമ്മത്തിലേക്ക് പ്രേരണ തരുന്നതാണ്, അത് ആന്തരികമായിട്ടുള്ളതാണ്, അങ്ങനെ സംഭവിക്കും, ആ അർത്ഥത്തിലാണ്. അല്ലാതെ ഇമ്പൾസിനനുസരിച്ച് എല്ലാം ചെയ്യാം എന്നുള്ളതല്ല പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവനവനിൽ അന്തർഹിതമായിട്ടുള്ള ഗുണഘടന അതെങ്ങനെ വരുന്നു എന്നുള്ളത് പറഞ്ഞ സൃഷ്ടിയാലുള്ളതാണ്. മനുഷ്യ ഭാവത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അതിന് കൂടുതൽ പ്രകടീകരണം അല്ലെങ്കിൽ കൂടുതൽ സുവ്യക്തത കൈവരികയാണ് ചെയ്യുന്നത്. ആ മനുഷ്യയോനിയിൽ ഈ പറഞ്ഞതുപോലെ ഗുണഭേദത്തിനനുസരിച്ച് കർമ്മങ്ങൾ വരുന്നു. ഇനി മനസ്സിലാക്കേണ്ടത് ഭഗവത്ഗീത എന്നുള്ളത് ആത്മൈകത്വമാകുന്ന വേദാന്ത തത്വത്തെ സർവചരാചരങ്ങളിലും കുടികൊള്ളുന്ന സത്യം ഏകമാണ്, അദ്വിതീയമാണെന്നതുകൊണ്ട് ഒരു ഭേദവും മനുഷ്യർക്കിടയിലല്ല ജീവരാശികൾക്കിടയിൽ ഇല്ല. ഏകമാണ്, അദ്വിതീയമാണ്, സത്യം എന്ന വേദാന്ത സിദ്ധാന്തത്തെ സമർത്ഥിക്കുകയാണ് ഗീത ചെയ്തിട്ടുള്ളത്. അവിടെ ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെ സർവത്തിലും ഏകത്വത്തെ ഉപദേശിക്കുന്ന ഗീതാകാരൻ എങ്ങനെ ഇവിടെ ജാതീയമായ ഭിന്നത പറയും? എങ്ങനെ ജാതീയമായ ഭിന്നത പറയും? എന്നിരിക്കെ അതിൻ്റെതായ സമ്പ്രദായ ശുദ്ധിയോടുകൂടി ഗീതയിലേക്ക് പ്രവേശിക്കാതെ ഇത് അങ്ങനെയാണ് അങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയുന്നതിന് അർത്ഥമില്ല. അത് സ്വയം പറയാം, ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായത്, ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ കറുത്ത ഏടുകൾ ഉണ്ടായിട്ടുണ്ട്, സത്യമാണ്, സത്യമാണ്. വേദത്തെയും കയ്യിൽ പിടിച്ച് നടക്കുന്നവര് വേദത്തെ ഉൾക്കൊള്ളാതെ ഇങ്ങനെ ഹീനതകളെ ഉണ്ടാക്കിയിട്ടുണ്ട്, തീർത്തും ശരിയാണ്. നമ്മുടെ കർത്തവ്യം ആ ഹീനതകളെ ഇന്നും നമ്മുടെ സമൂഹത്തിൽ വർദ്ധിപ്പിക്കുന്ന രീതിയിലല്ല വേണ്ടത്, മറിച്ച് അതൊരു കാലഘട്ടത്തിൽ ശാസ്ത്രബോധത്തിന്റെ അഭാവം കൊണ്ട് വന്ന ദുഷിപ്പുകളായിരുന്നുവെന്നും ശാസ്ത്രസാരം ഉൾക്കൊണ്ട് നമ്മളെല്ലാം ഏകമാണ്, അദ്വിതീയമാണെന്ന ആ ഏകത്വത്തിലേക്കും സ്നേഹത്തിലേക്കും ഉയരുകയാണ് വേണ്ടത് എന്നുള്ളതുമാണ് നമുക്ക് സമൂഹത്തോട് പറയാനുള്ളതും ചിന്തിക്കാനുള്ളതും. ഏതായാലും വളരെ ഭംഗിയായി ഈ സംവാദം ഇവിടെ സമാപിക്കുകയാണ്. വളരെ വളരെ സന്തോഷം. കൈയടിച്ചു എന്നുള്ളത് ആരെന്നെയായാലും അത് സംവാദത്തിന്റെ ഒരു മാന്യതയല്ല. അതുപോലെ തന്നെ സംവാദ മധ്യേ ബഹളം കൂട്ടുന്നതും സംവാദത്തിന്റെ മാന്യതയല്ല. സംവാദത്തിൽ പറയാത്തത് പറഞ്ഞു എന്ന് പറയുന്നതും സംവാദത്തിന്റെ മാന്യതയല്ല. അപ്പൊ ഇതൊക്കെ പാലിച്ചുകൊണ്ട് ഭംഗിയായി സംവാദങ്ങൾ നടക്കട്ടെ. ആശയ സംവാദങ്ങളിലൂടെ മാത്രമേ വിചാരശീലർക്ക് തത്വനിർണയം സാധിക്കൂ എന്ന് പറഞ്ഞ് സന്തോഷപൂർവ്വം ഇത് ഉപസംഹരിക്കട്ടെ. മോഡറേറ്റർക്കായാലും സഹസംവാദകനായാലും ഒക്കെ അർത്ഥമായി സ്നേഹത്തിന്റെ അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കട്ടെ. സംവാദം അവസാനിക്കുകയാണ്. അവസാന ഭാഗം നന്ദി രേഖപ്പെടുത്താൻ വേണ്ടി എസ്എൻസിന്റെ സെക്രട്ടറി ശ്രീ നാഗേഷിനെ ക്ഷണിക്കുന്നു. ഔദ്യോഗികപരമായി നന്ദി രേഖപ്പെടുന്നത് മാത്രമാണ്. ഈ ടൈംസ് ഓഫ് ഇന്ത്യയും എസ്എൻസുമായി സഹകരിച്ചുകൊണ്ട് ഒരു സംവാദ പരമ്പരയാണ് നടന്നത്. അതിന്റെ 3-ാം ദിവസമായി ഇന്നലെ നടക്കേണ്ട സംവാദം നടന്നിട്ടില്ല, ഹർത്താലായതിനാൽ അത് നടത്താൻ പറ്റില്ല. അത് വേറൊരു ദിവസം നടത്തുവാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. ഈ സംവാദം ഈ വർഷം മാത്രമല്ല അടുത്ത വർഷവും എസ്എൻസ് സംഘടിപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. അത് പിന്നാലെ അറിയിക്കണം. ഈ സംവാദത്തിൽ ഇന്നത്തെ സംവാദത്തിൽ ഇതിന്റെ മോഡറേറ്റിരിക്കുന്ന ഡോക്ടർ അരുണിനെ ആദ്യമായി നന്ദി ഔദ്യോഗികമായി രേഖപ്പെടുത്തുന്നു. സംവാദത്തിൽ ഏർപ്പെട്ട സ്വാമി ചിദാനന്ദപുരിയെ സ്നേഹപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. തുടർന്ന് സംവാദത്തിൽ ഏർപ്പെട്ട രവീന്ദ്രൻ സിക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ സംവാദ പരിപാടിയിൽ ടൈംസ് ഓഫ് ഇന്ത്യയോടും എസ്എൻസിയോടും സഹകരിച്ച ഇൻസ്പിരിറ്റ് എന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് IAS അക്കാദമി നടത്തുന്ന അതിന്റെ ഡയറക്ടർ സംഗീതനും നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ക്ഷണം ക്ഷണിച്ച് എത്തിച്ചേർന്ന എല്ലാ മനുഷ്യർക്കും നന്ദി രേഖപ്പെടുത്തുകൊണ്ട് നിർത്തുന്നു.